അല്പസമയം ദൈവവചന ധ്യാനത്തിന് വേണ്ടി ഒരു വാക്യം വായിക്കേണ്ടതിന് ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 27-ാം അധ്യായം 31-ാമത് വചനം. അപ്പോൾ പൗലുസ് ശതാധിപനോടും പടയാളികളോടും, ഇവർ കപ്പലിൽ താമസിച്ചല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞു. പടയാളികൾ തോണിയുടെ കയർ അറുത്ത് അത് വീഴിച്ചു കളഞ്ഞു. വളരെ അനുഗ്രഹീതമായ ഈ വചനത്തിനായി കർത്താവ് മഹത്വം. ഈ വചന പശ്ചാത്തലം നമുക്കറിയാം. പൗലുസ് ഒരു ശിക്ഷാ നടപടിയുടെ ഭാഗമായി ജയിലിൽ കിടക്കുകയും വിചാരണ വേളയിൽ സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകുന്നു എന്ന് താല്പര്യപ്പെടുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഞാൻ കൈസറെ അഭയം ചൊല്ലും. റോമൻ സാമ്രാജ്യത്തിന്റെ ഒരു പ്രത്യേകത, നിയമസംഹിതയിൽ അധിഷ്ഠിതമായ ഒരു രാജ്യ പരിരക്ഷയാണ് അവിടെ ഉള്ളത്. ലോകത്ത് തന്നെ ഈ നിയമങ്ങൾ ഇത്ര കർശനമായി പാലിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിന് പ്രേരണ നൽകിയിട്ടുള്ള രാജ്യങ്ങളിൽ റോമിനുള്ള സ്ഥാനം വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ കോടതികളിൽ പോലും സാങ്കേതിക പദങ്ങൾ, കോടതി വ്യവഹാരത്തിന്റെ സാങ്കേതിക പദങ്ങൾ റോമക്കാരുടെ ഭാഷയായ ലാറ്റിനാണ്. ഇന്നും അങ്ങനെയാണ്. ഹർജി, ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡാണ്, റോമക്കാരുടെ ഭാഷയാണ്. ജുഡീഷ്യറി, അത് റോമൻ ഭാഷയാണ്, ലാറ്റിനാണ്. നമ്മൾ റോമൻ സാമ്രാജ്യ ചരിത്രത്തിന് കൊടുത്ത ഏറ്റവും വലിയ സംഭാവന നിയമ സംവിധാനത്തിലുള്ള അവരുടെ ശ്രദ്ധയായിരുന്നു. ഒരു കാരാഗൃഹത്തിൽ അകപ്പെട്ട് അവിടെ നിന്ന് പൗലുസും ശീലാസും ഒക്കെ രക്ഷപ്പെട്ടു എന്ന് കരുതി ആ കാരാഗൃഹത്തിന്റെ പ്രമാണി ആത്മഹത്യക്ക് ഒരുങ്ങുന്നു. എന്താണ് കാരണം എന്ന് വെച്ചാൽ, കാരാഗൃഹത്തിൽ നിന്ന് ഒരാൾ ചാടിപ്പോയാൽ ഈ കാരാഗൃഹ സൂക്ഷിപ്പുകാരനെതിരെ കർശന നടപടി വരും. വേണ്ടി വന്നാൽ അയാളെ പിടിച്ച് ജയിലിൽ വരെ ഇടും. അപമാന ഭാരം താങ്ങാനാവാതെയാണ് അയാൾ ആ പണി ചെയ്യുന്നത്. ഇതേ വിധത്തിൽ അക്കാലഘട്ടത്തിൽ റോമൻ സാമ്രാജ്യം നിയമസംഹിതകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തു. റോമിലെ പൗരന്മാർ ഇതൊക്കെ ആസ്വദിച്ചിരുന്നു, ആ നിയമ പരിരക്ഷ. പൗലുസും ഒരു റോമൻ പൗരനായി സുവിശേഷ നിമിത്തമായി ജൂതന്മാരുമൊക്കെ കെട്ടിച്ചമച്ച അപവാദകതകളും റോമൻ മതത്തിലെ അതിൻ്റെ അനുവാചകരായ കുറെ മനുഷ്യരും പിൽക്കാലത്ത് സുവിശേഷത്തിനെതിരെ തിരിഞ്ഞു. നമുക്കറിയാം, എഫസോസിലൊക്കെ ചെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം ആരാധികളായ എഫസോസുകാരെ കൂടുതൽ പ്രതിസന്ധിയിലാണ് വീഴ്ത്തി. അവരുടെ വരുമാനത്തിന്റെ വഴികളൊക്കെ നശിച്ചു എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അവര് പ്രക്ഷോഭമുണ്ടാക്കുന്ന കാഴ്ച കാണും. ഇങ്ങനെ പ്രക്ഷോഭങ്ങളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ അവരെ കോൽക്കാരെ വരുത്തി അടിപ്പിച്ചു എന്ന് കാണും. ഈ ചില ഘട്ടങ്ങളിൽ പോലീസ് ആക്ഷൻ നടത്തും. എന്ന് വെച്ചാൽ ജനക്കൂട്ടം പിരിഞ്ഞു പോകാതെ ഒരു വല്ലാത്ത സാമൂഹിക പരിസ്ഥിതി രൂപപ്പെട്ടു എന്ന് കണ്ടാൽ നാട് ശാന്തമാകേണ്ടതിന് വേണ്ടി പോലീസ് ലാത്തിച്ചാർജ് നടത്തും. അത് കുറ്റവാളികളെ തന്നെയല്ല അടിക്കുന്നു, കണ്ണിൽ കാണുന്നവരൊക്കെ അടിക്കും. അന്നൊന്നും അതങ്ങനെയാണ് പതിവ്. ഇവിടെ രണ്ടുപേര് പൊതുരംഗത്ത് വന്നിട്ട് എഫേസ്യരുടെ ആചാരാനുഷ്ഠാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നു. അവര് വിഗ്രഹത്തിനെതിരെ പ്രസംഗിക്കുന്നു, ക്ഷുദ്രപ്രയോഗങ്ങൾക്കെതിരെ പ്രസംഗിക്കുന്നു. അവിടെ ഒരു സ്ത്രീക്ക് വലിയ വിടുതൽ ഉണ്ടാകും. ആ സ്ത്രീ നിമിത്ത പട്ടണത്തിന് നല്ല മാറ്റം ഉണ്ടാകും. ഏകദേശം 50,000 നാണയങ്ങൾക്ക് തത്തുല്യമായ വിലയുള്ള മന്ത്രവാദ ഗ്രന്ഥങ്ങൾ വരുത്തി കത്തിക്കുന്നു. അപ്പൊ ഈ മന്ത്രവാദം ഒരു വ്യവസായമായി മാറിയ സ്ഥലം. ഇത്രയും വലിയ, അന്നത്തെ കാലത്തെ പണത്തിന്റെ മൂല്യം ഓർക്കണം. ഇത്രയും കാര്യങ്ങൾ നടക്കുന്ന ഒരിടത്ത് ആളുകൾ ഇളകുന്നു, ആ വിഗ്രഹ നിർമ്മിതാക്കൾ പ്രശ്നം ഉണ്ടാക്കുന്നു. ഇങ്ങനെ പോയ വഴിക്കെല്ലാം പൗലോസ് പ്രശ്നത്തെ നേരിട്ടിട്ടുണ്ട്. ഒടുവിൽ അവരെ പിടിച്ച് ജയിലിലിടുന്നു.
ഈ ജയിലിൽ നിന്ന് പൗലോസ് ഒരു കാര്യം ചെയ്യാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ കൈസറെ അഭയം ചൊല്ലുന്നു. ഒരാൾ കൈസറെ അഭയം ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ ഹയർ കോർട്ടിലേക്ക്, ഇത് കൂടിയ കോടതിയിലേക്ക് പോവാണ്. അപ്പൊ ഗവർണർ വരുന്നുണ്ട്, ദേശാധിപതി വരുന്നുണ്ട്, ഇവരൊക്കെ ന്യായവിസ്താരം നടത്തിയെങ്കിലും പൗലോസ് പറയാണ്, എനിക്ക് കൈസറുടെ മുമ്പിൽ നിൽക്കണം, എന്റെ റൈറ്റാണ്. ഓ ശരി. അപ്പൊ കരുതൽ തടങ്കലിൽ ഇട്ട ശേഷം കൈസറുടെ മുമ്പാകെ നിൽക്കാൻ പോകുന്ന വഴിക്ക് പൗലോസിനുണ്ടായ ചില അനുഭവങ്ങളാണ് നമ്മുടെ വായനയ്ക്ക് ആധാരം. അപ്പോൾ ഈ യാത്രയിൽ മനുഷ്യൻ ഈ പായ്ക്കപ്പലിലാണല്ലോ യാത്ര. പായ്ക്കപ്പൽ കാറ്റിന്റെ ഗതി അനുസരിച്ചാണ് യാത്ര ചെയ്യുന്നത്. അക്കാലത്ത് ഹിപ്പാലസ് എന്ന് പറയുന്ന ഒരു കൊടുങ്കാറ്റ് ഇപ്പോഴും ഉണ്ടത്. ആ കൊടുങ്കാറ്റിന്റെ ഗതിക്കനുസരിച്ച് പായ്ക്കപ്പൽ ഓടിക്കാൻ ഒരു പ്രത്യേക കഴിവ് വേണം. അത് പോകുന്ന ദിശയ്ക്ക് അനുസൃതമായി വേണം ഇത് ഈ പായ വലിക്കാൻ, അത് കൈകാര്യം ചെയ്യാൻ. യന്ത്രവൽക്കരിക്കപ്പെട്ട ഒരു കപ്പൽ സംവിധാനമാണ് ഇന്നെങ്കിൽ അന്ന് കാറ്റാണ് ആകെ ഇതിനെ മുമ്പോട്ട് ചലിപ്പിക്കുന്ന ഘടകം. അത് മറ്റേതെങ്കിലും ദിശയിൽ നിന്ന് കാറ്റ് വന്നാൽ ഈ കപ്പൽ മുമ്പോട്ട് കൊണ്ടുപോകാതെ, ചുഴിയിൽ അകപ്പെടാതെ ഒക്കെ കൊണ്ടുപോവുക വലിയ പ്രയാസമാണ്. ഒരു പടുകൂറ്റൻ കപ്പലിലാണ് ഈ യാത്ര. ഈ യാത്രയിൽ ഇവരുടെ ആഹാര സാധനങ്ങളൊക്കെ കപ്പലിൽ കാണും. അത് പായ്ക്ക് ചെയ്തത് കാണും, അല്ലാതെ ഉള്ളത് കാണും. ഇങ്ങനെയൊക്കെയുള്ള യാത്രയാണ്. ഈ കപ്പലിൽ കൂടുതലും ചരക്കുകളുണ്ട്, ഒപ്പം തന്നെ ഇവരുടെ കൂടെ തന്നെ കുറ്റവാളികളും ഉണ്ട്. ഇപ്പൊ കുറ്റവാളികളെ കൊണ്ടുപോകണമെങ്കിൽ ചങ്ങല ധരിപ്പിച്ച് തന്നെയാണ് കൊണ്ടുപോകുന്നത്. നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ഈ പ്രതികളായവരെ പോലീസ് കൊണ്ടുപോകുന്ന ഹാൻഡ്കഫ് വെച്ചാണ്. ചിലപ്പോൾ രണ്ടുപേരെ തമ്മിൽ ഒരേ വിധത്തിൽ ഹാൻഡ്കഫ് ചെയ്ത് ഇവരെ കൊണ്ടുപോകും. അപ്പൊ ഈ ചങ്ങല, അതിനെന്താ, വിലങ്ങ് അണിയിച്ചാണ് കൊണ്ടുപോകുന്നത്. അപ്പോ ഇവർക്ക് ഓടിപ്പാനൊന്നും കഴിയില്ല. ചിലപ്പോൾ രണ്ടാളെ ചേർത്ത് ഒരു ചങ്ങലയിൽ ഇട്ടാൽ പ്രയാസമാണ്, ഓടാൻ കഴിയില്ല. അപ്പൊ ഇവരെ കുറെ പേരെ ഇങ്ങനെ ചങ്ങലയിൽ ഇട്ട് കൊണ്ടുപോകുമ്പോൾ കുറേ ദൂരം പോകുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, സുഹൃത്തെ, അപ്പൊ സ്വാഭാവികമായിട്ട് പൗലോസിനെ പോലുള്ള ആളുകളെ പരിചയപ്പെടും. അത് പോലീസുകാരും ഈ തടവുള്ളികളും തമ്മിൽ പരിചയപ്പെടാതിരിക്കാൻ വഴിയില്ല. താൻ എന്തിനാണ് വന്നത്? അപ്പൊ ആളിന് വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്, അല്ലെങ്കിൽ കലാകാരനാണ്, പ്രതിഭാശാലിയാണെന്നൊക്കെ കണ്ടാൽ സ്വാഭാവികമായിട്ട് ഈ വരുന്ന ക്യാപ്റ്റൻ, അതല്ലെങ്കിൽ ഇവരെ നോക്കുന്ന ആള്, പോലീസോ അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ, അവരോട് സംസാരിക്കും, അല്ലെങ്കിൽ തന്നെ പരിചയപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്കിടയിൽ ഒരു സൗഹൃദമൊക്കെ രൂപപ്പെടും. കാരണം ദീർഘനാളിലെ യാത്രയാണ്. നാളിൽ യാത്ര ചെയ്ത് അവിടെ ചെല്ലാൻ പറ്റുള്ളൂ. വേറെ ആരോടും അങ്ങനെ ഇടപഴകാനില്ല. തന്നാൽ ഇവരെ ഓടിപ്പോകാതെ ശ്രദ്ധിക്കുകയും വേണം. സൗഹൃദം കൂടിയിട്ട് അത് മുതലെടുത്ത് പോകാനും പാടില്ല. ഭയങ്കര ശ്രദ്ധ വേണം. കാരണം റോമാണ്. അങ്ങനെ ഒരാൾ ചാടിപ്പോയി കഴിഞ്ഞാൽ ഇവന്റെ ജോലി പോവും. കർശന ആക്ഷനാണ് പിന്നെ വരുന്നത്. നമ്മുടെ നാട്ടിലെ പോലൊന്നും അല്ല സ്ഥിതി. നമ്മുടെ നാട്ടിലെ അടുത്ത കാലത്ത് ഒരു SI പോയി DYSP കക്കൂസിന്ന് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് വാർത്തോ. നമ്മുടെ നാടൊക്കെ പോകുന്നൊരു ബുക്കട്ടില്ലേ, SI പോയിട്ട് DYSPയെ അറസ്റ്റ് ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ അങ്ങനെയല്ല. റോമൻ റൂൾ അത് കർശനമാണ്. പാക്സ് റൊമാന എന്നൊക്കെ പേര് ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്ന റോമൻ സമാധാനം, ആ സംവിധാനമുണ്ട്, കർശനമാണത്. നമ്മൾ പഠിക്കുന്ന ഇരുവായ്ത്തല മൂർച്ചയേറിയ വാൾ എന്നൊരു പ്രയോഗമുണ്ട്. ഒരു റോമൻ പടയാളുടെ കയ്യിൽ വാളിന്റെ രണ്ടു വശവും മൂർച്ചയേറിയതായിരിക്കണം. അത് പരിശോധിച്ച് ഒക്കാത്ത വർഷം ഈ വാൾ തന്നെ ചിലപ്പോൾ ഇയാൾക്കെതിരെ പ്രയോഗിച്ചു കളയും. അതുകൊണ്ട് അവരുടെ ജാഗ്രത ഭയങ്കരമാണ്. അപ്പോഴാണ് നമ്മൾ വചനത്തെക്കുറിച്ച് പറയുന്നത്, ഇരുവായ്ത്തല മൂർച്ചയേറിയ ഏതു വാളിനേക്കാളും മൂർച്ച ഉള്ളതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കുന്നവരെ തുളച്ചു ചെല്ലുന്നതും എന്നൊക്കെ പറയുന്ന പ്രയോഗം. ഞാൻ പറഞ്ഞു, ഓൾറെഡി ഈ നിയമം കർശനമായ ഒരു രാജ്യവും ഒരു സംവിധാനവും, അവിടെ ഇവര് രക്ഷപ്പെട്ടുകൂടാ. അപ്പോൾ കപ്പലിൽ പോകേണ്ട വഴിയെപ്പറ്റിയൊക്കെ പറഞ്ഞെങ്കിലും ഈ സ്വാഭാവികമായിട്ട് ഇവര് ദീർഘനാള് യാത്ര ചെയ്ത് ശീലമുള്ള മനുഷ്യരാണ്. അവർ പറയും, ഞങ്ങൾക്കത് എങ്ങനെ പോണോ, അത് ഞങ്ങളെ പഠിപ്പിക്കണ്ട. ഇത് മനുഷ്യന്റെ ഒരു ഈഗോയാണ്. ചില ഘട്ടങ്ങളിൽ ചിലരെ നമുക്ക് തിരുത്താൻ പറ്റില്ല. ചിലതരം പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ ചിലരെ തിരുത്താൻ പോയാൽ അവർ ആയുസ്സിൽ രക്ഷപ്പെടത്തില്ല. അങ്ങനെ ചില മനുഷ്യരെ നമ്മളും ജീവിതത്തിൽ കാണാൻ പറ്റും. ഇപ്പൊ ഡ്രൈവർ ആ ജോലി ചെയ്യുന്ന ആളും നമ്മൾ ഇവരിൽ ഒരാളെ വിളിച്ചിട്ട്, വലിയ വണ്ടിയൊക്കെ ഓടിക്കുന്ന ഒരാളെ വിളിച്ചിട്ട് പുതിയൊരു വണ്ടി ഏൽപ്പിച്ചു. ഈ പുതിയ വണ്ടികളുടെ പ്രശ്നം അത് മുഴുവൻ ഇത്രയും ബലം പ്രയോഗിക്കേണ്ടതല്ല. ഈ സ്റ്റിയറിംഗെ കിടന്ന് ഇത്രയും വലിയ കരാട്ടയൊന്നും കാണിക്കണ്ട, ഇത് ചെറുതായിട്ടൊന്നും തിരിച്ചാൽ മതി. പക്ഷേ ഈ പഴയ ഡ്രൈവർ പറയും, ഞാൻ എൻ്റെ 16-ാം വയസ്സിൽ ടൗണിൽ ഇറങ്ങി ഓടിയിട്ട് തുടങ്ങിയതാണ്, ഇദ്ദേഹം പഠിപ്പിക്കൊന്നും വേണ്ട, എനിക്കറിയാം, പരിപാടി അറിയാം. പക്ഷെ ഇയാൾ വണ്ടി ഓടിച്ച് വണ്ടി നശിപ്പിക്കും. ഒറ്റ ചവിട്ടൊക്കെ ബ്രേക്ക് വല്ലാതെ ചവിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വണ്ടിക്ക് കംപ്ലൈന്റ് ആണ്.
ഇയാളെ നമുക്ക് തിരുത്താൻ പറ്റില്ല. ഞാൻ ജീവിതത്തിൽ പഠിച്ച ചില പാഠമാണ്. ഒന്ന് ഈ ഡ്രൈവർ, മറ്റൊന്ന് ഇലക്ട്രോണിക്സ് പഠിച്ച ആളിനെ നിങ്ങൾക്ക് തിരുത്താൻ പറ്റില്ല. അയാൾ അത് തിരുത്തില്ല. അത് വലിയ പാടാണ്. ഈ കൂടെ ഒന്നും കൂടെ പറയട്ടെ, സെൽഫ് സ്റ്റഡി നടത്തിയ പാസുമാരും തിരുത്തില്ല. കാരണം അവർക്കൊരു ട്യൂട്ടർ ഇല്ല. ട്യൂട്ടർ ഇല്ലാത്തതുകൊണ്ട് പുസ്തകങ്ങൾ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ ആ കണ്ടെത്തിയ ലോകത്തിനപ്പുറത്തേക്ക് ഇത് തിരുത്താൻ തയ്യാറാവില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ക്ഷമിക്കണം ഈ പറഞ്ഞില്ലേ, ഞാൻ ഒരു കുടുംബയോഗം പോലെ സംസാരിക്കുകയാണ്. അപ്പൊ രണ്ടു മൂന്ന് കൂട്ടരെ എന്റെ അനുഭവത്തിൽ ഈ സെൽഫ് സ്റ്റഡി നടത്തിയവർ തിരുത്തുകയില്ല, പിന്നെ ഡ്രൈവർ തിരുത്താറില്ല, ഈ ഇലക്ട്രോണിക്സ് പഠിച്ചവർ തിരുത്താറില്ല. തിരുത്താൻ വലിയ പാടാണ്. അതിന്റെ ഒരു പരിധിവരെ കാരണം, എല്ലാവരും അല്ല കേട്ടോ, ഒരു പരിധിവരെ കാരണം നമ്മളിലെല്ലാം ഈഗോ ഉണ്ട്. മനുഷ്യനെല്ലാം കുറെ ഈഗോ ഉണ്ട്. അപ്പൊ ആ ഈഗോ നിമിത്തം നമ്മൾ ചിലപ്പോൾ തിരുത്താറില്ല. പൗലോസ് പറയാണ്, നിങ്ങൾക്ക് പോകേണ്ട വഴി ഇതല്ല സാർ, ദാണ്ട് ഈ വഴി പോകും. ഇങ്ങനെ പറയുമ്പം നിങ്ങൾ ആരാണ് പറയാൻ? അപ്പൊ പൗലോസിനെ നയിക്കുന്നത് അനുഭവം അല്ല, അറിവല്ല, അനുഭവ പരിചയമൊന്നുമല്ല ആ വിഷയത്തിൽ. കാരണം ഇതിനു മുമ്പ് ഇതുപോലെ അദ്ദേഹം യാത്ര ചെയ്തിട്ടില്ല. യാത്ര ചെയ്തിട്ടുണ്ടാകാം, ഇതുപോലെ റിസ്ക് ഉള്ളൊരു യാത്ര അദ്ദേഹം അഭിമുഖിച്ചിട്ടില്ല. അദ്ദേഹം മുമ്പോട്ട് പോകുന്നത് എപ്പോഴും ഒരു ആത്മനിയോഗമാണ്. അവിടെയാണ് കാര്യം കിടക്കുന്നത്. എനിക്കും നിങ്ങൾക്കും ആത്മനിയോഗങ്ങളെ അനുസരിച്ച് പോകുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ വേണ്ടി വന്നാൽ ചില വഴികൾ മാറ്റി പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയാണ്. സാധാരണ വഴിയല്ല ആത്മനിയോഗമുള്ളവന്റെ വഴി, അത് വ്യത്യസ്തമാണ്. എല്ലാവരുടെയും വഴിയല്ല നമ്മുടെ വഴി. ഇന്ന് ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ ആദ്യം ധരിക്കുക, എല്ലാവരുടെയും വഴിയല്ല എൻ്റെ വഴി എന്ന് ആദ്യം തിരക്കുക, ആദ്യം മനസ്സിലാക്കുക. എല്ലാവർക്കും ഓരോ വഴികളുണ്ട്. അവരുടെ ജീവിതത്തിന്റെ അഭിവൃദ്ധിയെക്കുറിച്ചുള്ള നല്ല നല്ല പ്രതീക്ഷകളുണ്ട്. അവരുടെ വെൽനെസിനെ കുറിച്ച്, വെൽഫെയറിനെ കുറിച്ച്, ഡെവലപ്മെന്റ്സിനെ കുറിച്ച്, എക്സ്പാൻഷനെ പറ്റി ഒരാൾക്ക് നല്ല കാഴ്ചപ്പാടുണ്ട്. പക്ഷെ ഭക്തൻ മനസ്സിലാക്കുക, നമ്മുടെ വഴിയല്ലത്, നമുക്ക് മറ്റൊരു വഴിയാണ്. അത് ആത്മനിയോഗത്തിന്റെ പരിശുദ്ധാത്മ പ്രക്രിയയുടെ അനുദിന ജീവിതത്തിൽ നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ദൈവകൃപയുടെ അതിസൂക്ഷ്മമായൊരു വഴിയാണ്. ആ വഴി കൂടെ വരുന്നവർക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. ആ കാഴ്ച മറ്റൊരാൾക്ക് കാണാൻ കഴിയില്ല. യോബിനോട് വചനം ഇടപെടുമ്പോൾ, കർത്താവ് ഇടപെടുമ്പോൾ പറയുന്നുണ്ട്, യോബ് പ്രതികരിക്കുന്നുണ്ട്, ദൈവമേ നിന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. അതാണ് ഭക്തന്റെ വഴി. നിന്റെ വെളിച്ചത്താൽ ഞാൻ വെളിച്ചത്തിൽ കൂടി നടന്നതാണ് യോബ് പറയേണ്ടത്. പക്ഷെ യോബ് പറയാണ്, അങ്ങയുടെ വെളിച്ചത്താൽ, നിന്റെ ആ സാന്നിധ്യം എനിക്ക് വെളിച്ചമായിരുന്നു, ആ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. എന്താ ഇതിന്റെ അർത്ഥം? ചുറ്റുപാട് നോക്കുന്നവർക്ക് യോബ് ഇരുട്ടിലൂടെ പോകുന്ന പോലെ തോന്നും. ചുറ്റും ഇരുട്ടാണ്, കുറ്റാക്കുറ്റി ഇരുട്ടാണെന്ന് കാഴ്ചക്കാർക്ക് തോന്നും. പക്ഷെ ഭക്തൻ പറയാണ്, നോ, പക്ഷെ എനിക്കറിയാം നിങ്ങൾ ഇരുട്ടെന്ന് വിലയിരുത്തുന്നിടത്തും എനിക്ക് വേണ്ടി ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിലൂടെയാണ് എൻ്റെ യാത്ര. നമ്മുടെയൊക്കെ യാത്രയുടെ ത്രില്ല് അവിടെയാണ് നിൽക്കുന്നത്. ലോകം നോക്കുമ്പോൾ നമുക്ക് അഭിവൃദ്ധിയില്ല, സന്തോഷമില്ല, ഇരുട്ടാണ് ചുറ്റും. പക്ഷെ ഭക്തൻ പറയും, അങ്ങനെയല്ല, എൻ്റെ യാത്ര ആവേശകരമാണ്. അതിന് മടുപ്പ് തോന്നാത്തതിന്റെ കാരണം എന്താ? എൻ്റെ യാത്ര നിങ്ങൾ ഇരുട്ടെന്ന് പറയുന്ന ഇടത്തും എനിക്ക് വെളിച്ചമാണ്, നിങ്ങൾ ദാരിദ്ര്യമെന്ന് പറയുന്ന ഇടത്തും എനിക്ക് സമൃദ്ധിയാണ്, നിങ്ങൾ അവഹേളിക്കുന്ന ഇടത്തും എനിക്ക് അംഗീകാരമാണ്. ഈ വഴിയിലൂടെ ഞാൻ പോകുമ്പോ അത് മറ്റാരറിയുന്നോ ശ്രദ്ധിക്കുന്നോ എന്നുള്ള ആ താല്പര്യങ്ങളല്ല എൻ്റെത്. എൻ്റെ പോക്ക് കറക്റ്റാണ്. കാരണം ഞാൻ പഠനാനുഭവം കൊണ്ടല്ല, പിന്നെ മറ്റേതെങ്കിലും അനുഭവം കൊണ്ടല്ല, ആത്മനിയോഗം. ഞാൻ കൈസറുടെ മുമ്പാകെ നിൽക്കണം എന്നുള്ള ഒരു നിയോഗം എൻ്റെ മീതെ ഉണ്ട്. അവിടെ വരെ ഞാൻ ചെല്ലും. നമുക്കതുകൊണ്ട് അതിന്റെ മധ്യേ രോഗങ്ങൾ, ആകുലതകൾ, വേദനകളൊക്കെ വരുമ്പോൾ പറയാൻ ഭക്തന് സാധിക്കണം, ഞാൻ അവിടെ വരെ ചെന്നിരിക്കും. അതൊരു ഉറപ്പാണ്. അത്തരം ചില ഉറപ്പുകൾ ദർശനത്തെ ആധാരമാക്കി നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രൂപപ്പെടട്ടെ എന്ന് ഞാൻ അമുഖമായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഈ യാത്ര മധ്യേ ഒട്ടേറെ തകർച്ചകൾ, പ്രശ്നങ്ങൾ ഒക്കെ രൂപപ്പെട്ടു. ഇതിൻ്റെയൊക്കെ നടുവിൽ വല്ലാതെ കപ്പൽ അലയുന്നു, ദിവസങ്ങൾ ഇങ്ങനെ ഗതി കിട്ടാതെ സഞ്ചരിക്കുന്നു. ആ രംഗം ആലോചിച്ച്, പ്രളയം കേരളത്തെ നടുക്കിയ ഒരു ഭൂതകാലം നമ്മൾ ഓർക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ അന്ന് ഫീൽഡിലാണ്. ഇതിനു വേണ്ടിയൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടി ആലപ്പുഴയിലും പരിസരത്തും ഒക്കെ ആഹാര പദാർത്ഥങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടി പോവുകയാണ്. തിരുവല്ലയിലെ നെല്ലാടെന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളൊക്കെ കുമ്പനാട് കണക്ഷന് പോകുന്ന വഴിയുണ്ടല്ലോ, അതിലൂടെ ബോട്ട് ഓടി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. തിരുവല്ല 20 പേര് ഇപ്പുറം നെല്ലാടെന്ന് പറഞ്ഞ സ്ഥലത്തൂടെ ബോട്ട് ഓടിക്കേണ്ടി വന്നു. ബോട്ട് ഓടിച്ച് മനുഷ്യൻ പോവാണ്. അവിടെ എല്ലാം വെള്ളം കയറി. ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് രാവും പകലും തിരിച്ചറിയാത്തതുപോലെ ഈ മഴയും ചാറ്റമഴയും ഒക്കെ വന്നിട്ട് സൂര്യനെ കാണുന്നില്ല, നേരിയൊരു വെളിച്ചം മാത്രം. ഇരുളും പകലുമെല്ലാം ഒരുപോലെ ഇരിക്കുകയാണ്. അത് കടലിൽ വെച്ചാണെങ്കിൽ ഒന്ന് ആലോചിച്ചാട്ടെ, രാത്രിയേക്കാൾ ഭീകരം പകല് തന്നെയാണ്. കാരണം പകലിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, പരിസരം കാണാം എന്നൊക്കെ ഒരു ചിന്തയുണ്ട്. പക്ഷെ ആ പകലും, കാരണം രാത്രി ഓൾറെഡി നമുക്കറിയാം കുറ്റാക്കുറ്റി ഇരുട്ടാണ്, മറ്റൊന്നുമില്ല. എന്നാൽ വെളിച്ചം പ്രതീക്ഷിക്കുന്ന ഇടത്തും വെളിച്ചമില്ലാത്ത വിധം പേമാരി പെയ്യുന്നു, കൊടുങ്കാറ്റടിക്കുന്നു, നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്ന് ഒരു പിടിയില്ല. കാരണം ഇത് കടലാണ്. ഇവിടെ പ്രതീക്ഷകൾ മുഴുവൻ നശിക്കുകയാണ്. ശക്തമായ കാറ്റാണ് അപ്പുറത്തുനിന്ന്. ഇവിടെ തണുപ്പടിക്കുകയാണ്. ഒരു ഭാഗം തണുപ്പടിക്കുന്നു, പനിയും അതിസാരവും മറ്റു രോഗമൊക്കെ ഉള്ള മനുഷ്യരുണ്ടെങ്കിൽ അതെന്ത് ദുസ്സഹമാണ്. നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറത്താണ് ഈ യാത്ര. മറ്റൊന്ന്, കപ്പൽ യാത്ര ചെയ്തവർക്കറിയാം, കപ്പൽ ചൊരുക്കുക എന്നൊരു അനുഭവമുണ്ട്. കപ്പൽ ചൊരുക്കുക എന്താണ്? കപ്പൽ ചൊരുക്കുക
നമുക്ക് ഇവിടുന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് വരെ കേരളത്തിൽ നിന്ന് പോകണമെങ്കിൽ ദിവസങ്ങൾ എടുക്കും കപ്പലിൽ. ഈ യാത്രാമധ്യേ നമ്മൾ പുറത്തുനിന്ന് കഴിച്ച ഭക്ഷണമൊക്കെ കപ്പലിൽ കയറുമ്പോഴേ അത് പുറത്ത് പോകും. എന്ന് വെച്ചാൽ നമുക്ക് വൊമിറ്റ് ചെയ്യും, ആ ടെൻഡൻസി വരും. അതിന് ചില ടാബ്ലറ്റ് ഒക്കെ ഇന്ന് ഈ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കിട്ടാറുണ്ട്. എന്നാൽ ദീർഘദൂരം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലൈമറ്റ് ഒന്ന് പൊരുത്തപ്പെടാൻ പ്രയാസമാണ്, ഭയങ്കര പ്രയാസമാണ്. പനി വരാം, തലവേദന വരാം, അകാരണമായ ഭയം വരാം, കാരണം ചുറ്റും വെള്ളമാണ്. പക്ഷേ ഇതൊക്കെ പൗലോസിന് ഒരു മനുഷ്യന്റെ നിലയിൽ ഇതൊക്കെ അനുഭവിക്കേണ്ടതാണ്. നമ്മളും ചിലപ്പോൾ ആലോചിച്ച് നോക്കി, ഒരു മനുഷ്യരുടെ നിലയിൽ നമുക്കും വിചാരങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഇല്ലേ ജീവിതത്തിൽ. എക്സാമ്പിൾ, വേണ്ടപ്പെട്ടവരുടെ വിയോഗം, സുഹൃത്തുക്കളുടെ വിയോഗം, മാതാപിതാക്കളുടെ രോഗം, മക്കളുടെ രോഗം. നമ്മൾ വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കും പ്രയാസങ്ങളുണ്ടെന്നേ, നമുക്കും ദുഃഖങ്ങളുണ്ടെന്നേ. പക്ഷേ ചില ഘട്ടങ്ങളിൽ ദുഃഖം മാറും. എന്താണ് കാരണം എന്ന് അറിയണ്ടേ? മുൻകൂട്ടി കിട്ടിയ ഒരു വാഗ്ദത്തം മുതലായിട്ട് കയ്യിലുണ്ടെങ്കിൽ പിന്നെ ദുഃഖം വരികയില്ല. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് വാഗ്ദത്തങ്ങളെ സംഭരിക്കണം നമ്മുടെ ജീവിതത്തില്. ഗോഡ്സ് ഓൺ പ്രോമിസ്, നമുക്ക് ആ പ്രോമിസസ് കൊണ്ട് നമ്മുടെ ഉള്ളം മുഴുവൻ നിറയ്ക്കണം. എന്താണ് പൗലോസിനുള്ള വാഗ്ദത്തം? ദർശനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് പൗലോസിനോട് പറയാണ്, നീ അങ്ങനെ മരിക്കത്തൊന്നുമില്ലെന്നേ, നീ അങ്ങനെ തകരത്തൊന്നുമില്ല കേട്ടോ, നീ കൗശലം ഉപയോഗിച്ച് നിൽക്കും, ഉറപ്പാ കേട്ടോ, പൊക്കോളം പറയാ. ഇത്രയും പറഞ്ഞ പൗലോസ് വളരെ ധൈര്യമുള്ളവനായി കൂടെയുള്ളവരെ ആശ്വസിപ്പിച്ചു. കുറേ ദൂരം ഓടിയപ്പോൾ ഇവരെ ഈയമൊക്കെ ഇട്ട് കരയിലേക്കുള്ള ദൂരവും ആ കുഴിയുടെ അകലവും ഇതിന്റെ ആഴവും ഒക്കെ ഇങ്ങനെ കണ്ടുപിടിച്ച് പോകുക. അന്നത്തെ പ്രാകൃതങ്ങളായ ടെക്നോളജി അതൊക്കെയാണ്, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ദൂരത്തൊരു മുനമ്പ് പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടെ ചെന്ന് കയറിയാൽ പ്രാണൻ തിരിച്ചു കിട്ടും. ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ തകർന്നു. അത് വല്ലാത്തൊരു പ്രശ്നമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ചിന്തിക്കുന്നതിനപ്പുറത്താണ് ആ തകർച്ച. ഇതിൽ വെള്ളം കയറാൻ പോവാണ്, പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ രക്ഷാബോട്ടുകൾ പോലെ കരുതി വെച്ചിരിക്കുന്ന വള്ളങ്ങളുണ്ട്. ഈ വള്ളങ്ങൾ ഈ കപ്പലോട് ഈർത്ത് വെച്ച് കെട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇവര് പെട്ടെന്ന് സ്ഥലം അടുത്തു എന്ന് കണ്ടപ്പോൾ ഈ വള്ളങ്ങൾ എടുത്ത് വെള്ളത്തിലേക്ക് എറിഞ്ഞിട്ട് ആ കെട്ടഴിച്ചു വിട്ടിട്ട് ഇവരതേ കയറി പോയി രക്ഷപ്പെടാൻ പോവാണ്. ഇവര് നമ്മളെ രക്ഷിക്കുന്നു എന്ന ഭാവേനയാണ്, എല്ലാവരും ഇത് കരയ്ക്ക് കയറ്റാന്നുള്ള ചിന്തയിലാണ്. പക്ഷെ ഇവരാരും രക്ഷിക്കാൻ പോകുന്നില്ല, അക്കരയ്ക്ക് കയറാൻ വേണ്ടി പോവാണ്. കിട്ടിയ വള്ളത്തിൽ അവർ രക്ഷപ്പെടുന്ന, സ്വയരക്ഷ നടത്തുന്ന സ്വാർത്ഥരായ മനുഷ്യരാണ് ചിലർ. ഇങ്ങനെയാണ്, സ്വന്തം രക്ഷയാണ് ചിലർക്ക് വിഷയം. നമ്മുടെ ഭോപ്പാൽ ദുരന്ത കാലത്ത് അതിന്റെ പരിസരത്തെല്ലാം വമിച്ച അതിശക്തമായ ഈ മീഥൈൽ വാതകത്തിന്റെ ഗന്ധം അത് ശ്വസിച്ച മനുഷ്യരുടെ കണ്ണിലൂടെ കണ്ണീര് പുറത്തു വന്നു, രക്തം പുറത്തു വന്നു, ശ്വാസം കിട്ടാത്ത അവസ്ഥയിൽ മരിച്ചു. ഈ പ്രകൃതി വാതകം, ഈ വാതകം സ്പ്രെഡായി എന്നറിഞ്ഞപ്പോൾ പലരും പല വഴിക്ക് ഓടി രക്ഷപ്പെടുമ്പോൾ അതിന്റെ MD ആയിരുന്ന ഒരു മനുഷ്യനുണ്ട്. അയാൾ ചെയ്തത് എന്താണെന്ന് അറിയണ്ടേ? ഫോൺ കുത്തിക്കറക്കി, ഇതുവഴി ആരും വരരുത്, ആരെ ഇതിലെ വിടരുത്, ട്രെയിനുകൾ ഇതുവഴി ഓടിക്കരുതെന്ന് പറഞ്ഞ് പ്രധാനപ്പെട്ട ഇടത്തേക്കെല്ലാം സന്ദേശം കൊടുക്കുകയാണ്. പോലീസുകാരെ വിവരമറിയിക്കുകയാണ് ഇതിന്റെ ദൂഷ്യഫലം. എല്ലാം ശാന്തമായി കഴിയുമ്പോൾ ഇവിടേക്ക് വന്ന ആളുകളെ അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ടെലഫോൺ ഇങ്ങനെ കാതിൽ വെച്ചിട്ട് ഒരു മനുഷ്യൻ മരിച്ചിരിക്കുന്നു. ഈ കാഴ്ച അയാൾക്ക് അനായാസനെ രക്ഷപ്പെടാം, പക്ഷേ അനേകരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ ആ മനുഷ്യന് സ്വന്തം പ്രാണൻ കൊടുക്കേണ്ടി വന്നു. ഇങ്ങനെയും മനുഷ്യരുണ്ട്. പക്ഷെ മറുവശത്ത് അതികനത്ത പ്രതിസന്ധിയുടെ നടുവില് എന്റെ രക്ഷ, എന്റെ വീടിന്റെ രക്ഷ, എന്റെ മക്കളുടെ രക്ഷ എന്ന നിലയിലേക്ക് നമ്മൾ ചുരുങ്ങാറും. ഇവിടെയാണ് നമ്മുടെ ഒരു പരാജയം നിൽക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ പോലും അങ്ങനെയായി ചുരുങ്ങാറുണ്ട്. എന്റെ ആവശ്യം, എന്റെ മക്കളുടെ ആവശ്യം, എന്റെ കുടുംബത്തിന്റെ ആവശ്യം, എന്റെ സുഹൃത്തുക്കളുടെ ആവശ്യം പോരാ. നമ്മുടെ ചിന്തകൾ കുറെ കൂടി വിശാലമാകട്ടെ, ഒരു വലിയ കാഴ്ചപ്പാട് നമ്മിൽ ഉണ്ടാവട്ടെ. ഇതാ വള്ളത്തിൽ രക്ഷപ്പെട്ട് പോകാൻ ചില ശ്രമിക്കുമ്പോൾ അവരുടെ ആ താല്പര്യം പൗലോസിന് മനസ്സിലായി. അതാണ് ഭക്തന്റെ പ്രത്യേകത. ഇത്രയും ചഞ്ചലപ്പെട്ടുഴലുന്ന ബോട്ടില് പ്രാർത്ഥിക്കുന്ന ഒരുവന്റെ ആ നിലപാടായിരുന്നു സ്ഥിതിഗതികൾ മുഴുവൻ മാറ്റിമറിച്ചതെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിൽ എന്റെയും നിങ്ങളുടെയും ആ നിലപാട് രാജ്യത്തെ രക്ഷിക്കാൻ പര്യാപ്തമാകുമെന്ന് ഉറപ്പോടെ വിശ്വസിച്ച് വേണം പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഈ ഓൺലൈൻ മീറ്റിങ്ങിലെല്ലാം നമ്മൾ കൂടാറുണ്ട്. ഞാൻ പല ഘട്ടങ്ങളിലും ഇത്തരം മീറ്റിങ്ങുകളിൽ വന്ന് പങ്കെടുക്കാറുണ്ട്. മീറ്റിംഗ് ഇന്ന് വേറൊരു പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്നാലും എൻ്റെ സന്തോഷം, ഞാൻ കൂടുതൽ സോഷ്യൽ മീഡിയ ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അതിന്റെ സാധ്യതകളെ എല്ലാം യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഇതിലൂടെ പലതരം പ്രോഗ്രാമുകൾ നടത്താറുണ്ട്, ചോദ്യങ്ങൾക്ക് മറുപടി പറയാറുണ്ട്, പരമാവധി ഇതിന്റെ വഴികളെ മുഴുവൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനൊരു മീറ്റിങ്ങിൽ വന്നിരിക്കുന്നത് എനിക്കൊരു റിസ്ക് അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അത് താല്പര്യം തന്നെയാണ്. അതിൽ എത്ര പേര് കൂടുമെന്നത് എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു ഘടകമല്ല. അതിന്റെ കാരണം ഇത്രേ ഉള്ളൂ, കുറെ പേരെ കാണൂ. പക്ഷേ നമ്മൾ ആരാണെന്ന് അറിയണ്ടേ? ഈ പരിമിത സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തെ മാറ്റിമറിക്കാൻ ദൈവത്താൽ വിളിക്കപ്പെട്ട മനുഷ്യരാണ് നമ്മൾ. ഒരുപക്ഷെ നമ്മൾ ചെയ്തെടുക്കുന്ന ഒടുവിലത്തെ ശുശ്രൂഷ ഇങ്ങനെയാണെങ്കിൽ, ഇന്നാണെങ്കിൽ അതത്ര സന്തോഷകരമായിരിക്കും.
ഞങ്ങളുടെ ഒക്കെ പ്രവർത്തിച്ച ഒരു ജയദീപ് എന്ന പേരായ ഒരു കർത്തൃദാസൻ കഴിഞ്ഞ ദിവസം കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. അദ്ദേഹം 55 വയസ്സേ പ്രായം. രാവിലെ അദ്ദേഹത്തിന് ഈ ക്ലബ് ഹൗസിൽ ഒരു മീറ്റിംഗ് സ്ഥിരമുണ്ട്. രാവിലെ ഒരു ബൈബിൾ സ്റ്റഡി, കുറെ പേര് അതിൽ പങ്കെടുക്കുന്നു. അത് രാവിലെയും വൈകിട്ടും ഒക്കെ ഉണ്ട്. മാത്രമല്ല ഈ ക്ലബ് ഹൗസ് ആക്സസ് പെട്ടെന്ന് കിട്ടാത്തൊരു സംവിധാനമാണ്. അദ്ദേഹം അതൊക്കെ പഠിച്ചിട്ട് വരും. ഞങ്ങളൊക്കെ അവിടെ ഇരുന്ന് ഇസ്ലാമിക വിഷയത്തെ പറ്റി ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് അദ്ദേഹം കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുകയും കുട്ടികളിലേക്ക് അത് എത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി അദ്ദേഹം കർത്തസേനയിൽ ചേർക്കപ്പെട്ടു. അറ്റാക്കാണ് കാരണം. ഞങ്ങൾ അമ്പരന്ന് പോയി. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിച്ച മനുഷ്യൻ, സജീവമായി എല്ലാവരെയും ഉണർത്തിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, എന്നെ ആ കാര്യം ഒരു പാഠം പഠിപ്പിച്ചു. നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരുപക്ഷെ അത് അവസാനത്തെ ശുശ്രൂഷയല്ലെന്ന് ആര് കണ്ടു? അത് ഭീതിയോടല്ല ഓർക്കേണ്ടത്. അതിനകത്ത് ഭീതിയുടെ ഒന്നും ഒരു ആവശ്യമില്ല, പ്രത്യാശയാണുള്ളത്. അതുകൊണ്ട് ഒന്നും ബാക്കി വെക്കാതെ പരമപ്രധാനമായി ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കണം. ഒന്നും ബാക്കി വെക്കാൻ പാടില്ല. അതൊരു ചെറിയ പ്രസംഗമാകാം, അതൊരു ചെറിയ പ്രാർത്ഥനയാകാം, മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സഹായമാകാം. അതില്ല എങ്കിൽ നമ്മളെ കൂടാതെ അവർ മരിച്ചുപോയാൽ അതും ഒരു നഷ്ടമാണ് നമുക്ക്. എനിക്ക് വളരെ വിചിത്രമായ ഒരു കോള് കഴിഞ്ഞ ദിവസം. അത് ഒരു മനുഷ്യന്റെ ഒരല്പം ദുരവസ്ഥയാണ്. ദുരവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ആലപ്പുഴ ഉള്ള ഒരു കടലിന്റെ തീരത്ത് ഒരു ചെറിയ വീടും ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന്. അപ്പൊ ആ വീട് ഉപ്പുവെള്ളം അടിച്ചിട്ട് ഇതിലെ സിമെന്റ് എല്ലാം ഇങ്ങനെ ചോർന്ന് ഭയങ്കര നനവായി. അപ്പോ അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും ഈ വീടൊന്ന് മറയ്ക്കാൻ ഒരു പടുത വാങ്ങി തന്നെങ്കിൽ കൊള്ളായിരുന്നു, ഈ ടാർപോൾ. അതിന് പറ്റുമോ? അധികം പേരോട് ചോദിക്കരുത്, നാണക്കേട്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു വീട് പണിയാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും, നമുക്ക് ആരെങ്കിലൊക്കെ കണ്ടും സഹായിച്ചും ഒക്കെ അതിന് തുനിയാം. അതൊന്നും വേണ്ട, കാലത്തൊന്നും നനയാതിരുന്നാൽ മതി. മഴ വന്ന് ഇത് പോയി കഴിയുമ്പം ഇത് സംഗതിയൊക്കെ അങ്ങ് മാറിക്കോളും. ചെറിയൊരു ആവശ്യമാണ് ഈ പറയുന്നത്. എനിക്കൊരു ദുഃഖം പോലെ തോന്നും. ഇപ്പോഴും അങ്ങനെ കഴിയുന്ന മനുഷ്യർ. എനിക്ക് ആ ചെറിയ ആഗ്രഹം ചെയ്തു കൊടുക്കാൻ ആദ്യം തോന്നിയില്ല. തോന്നാത്തതിന്റെ കാരണം ഒരു നാണക്കേട് പോലെ. കാരണം ഞാനൊരാൾക്ക് ടാർപോളിയും വാങ്ങി കൊടുത്തു എന്ന് പറയുമ്പോൾ അതൊരു കുറ്റബോധം എനിക്ക്. അതൊരു ചെറിയ കാര്യമാണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെങ്കിൽ അദ്ദേഹത്തിന് ഒരു വീടാണ് ആവശ്യം. അത്രയും ചെയ്യാനുള്ള ഒരു ശേഷിയും എനിക്കില്ല. ഞാൻ കുറെ പേരെയൊക്കെ കണ്ടു, സംസാരിച്ചു. ഈ വരെ അദ്ദേഹത്തോട് പറഞ്ഞ പുള്ളി വീണ്ടും പറയാണ്, അത് വേണ്ട, ഈ വീടൊന്നും ചോരാതിരുന്നാൽ മതി തൽക്കാലം. അത്രയും കാരണം നീണ്ടുപോകുന്നു, അതാണ് ഒരു പരിഭവം. അപ്പോൾ ഞാനിത് ചെയ്യാതെയും അദ്ദേഹം ആവശ്യപ്പെട്ട ചെറിയൊരു കാര്യം ചെയ്യാതെ എനിക്ക് അന്ത്യം വന്നാലും അദ്ദേഹത്തിന് ഞാൻ നിമിത്തം ശ്രദ്ധിക്കപ്പെട്ടിട്ടൊരു കാര്യം ചെയ്തു കൊടുക്കാതെ അദ്ദേഹം ഇഹലോകം വിട്ടുപോയാലും അതൊരു കടമാണ്, അതൊരു ബാധ്യതയാണ്. ഇതേ കടബാധ്യത സുവിശേഷത്തിലുണ്ടെന്നേ. ഇതേ ബാധ്യത നിങ്ങൾ എടുക്കുന്ന ഒരു സൺഡേ സ്കൂളിലുണ്ട്. ഇതേ ബാധ്യത ഒരു സുവിശേഷ ഘോഷണത്തിലുണ്ട്. ഇതേ ബാധ്യത ഒരു സഭായോഗത്തിലുണ്ട്. ഇതേ ബാധ്യത ഒരു ലേഡീസ് മീറ്റിംഗിലുണ്ട്. എല്ലായിടത്തും അങ്ങനെയാണെന്നുള്ള ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. ചിലപ്പോഴൊക്കെ അതാണ് നമ്മൾ അറിയാതെ പോകുന്നത്. വലിയൊരു കാര്യത്തിലാവില്ല, ഒരു ചെറിയ കാര്യം കൊണ്ട് ഒരുവനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. ഒരാൾക്ക് ഒരു പിടി ഭക്ഷണം കൊടുക്കുക വഴി, ഒരു ചായ കൊടുക്കുക വഴി ഒരു വലിയ ദൗത്യമാകാൻ നമ്മൾ ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങൾ കൊടുത്ത ആ ചായ ആകണം ആ മനുഷ്യൻ ഏറ്റവും ഒടുവിൽ കഴിച്ച ആഹാരം. ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ച അനുഭവമായിരിക്കണം നിങ്ങളോ ആ മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ ആ സന്തോഷനിർഭരമായ അവസ്ഥ. നമുക്കും അതൊരു സന്തോഷമാണ്. ആ മനുഷ്യൻ എന്നോട് സംസാരിച്ച് ഫോൺ വെച്ചു. ചിലപ്പോഴൊക്കെ ആ ഓർമ്മ നമ്മളെ ഇങ്ങനെ അലതല്ലും. ഇത് എന്തിനാണ് പറഞ്ഞത്? പൗലോസിന്റെ മുമ്പിൽ കണ്ടു ചിലർ സ്വയരക്ഷയ്ക്ക് ഓടിപ്പോകാൻ ശ്രമിക്കുകയാണ്. അവർ പോകുക വഴി വല്ലാത്ത അരക്ഷിതാവസ്ഥ ഉണ്ടാകും. ഇവിടെയാണ് നമ്മളിന്ന് വായിച്ച വാക്യം പൗലോസ്ലീഹ പറയുന്നത്. എന്താണത്? അദ്ദേഹം പറയാണ്, ഈ കപ്പിത്താനെയൊക്കെ വിളിച്ചിട്ട് വളരെ കൃത്യമായി തന്നെ പറയുകയാണ്. ആ ഭാഗം നോക്കിയട്ടെ. അപ്പോൾ പൗലുസ് 30-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ കപ്പൽക്കാർ കപ്പൽ വിട്ട് ഓടിപ്പോകുവാൻ വിചാരിച്ചു, അണിയത്ത് നിന്ന് നങ്കൂരം ഇടുവാൻ പോകുന്നു എന്നുള്ള ഭാവത്തിൽ തോണി കടലിൽ ഇറക്കി. അവര് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നിങ്ങളെയൊക്കെ രക്ഷിക്കാൻ പോവാണെന്നുള്ള നിലയിലാണ് ഈ ഇടപെടുന്നത്. ചില മനുഷ്യർ ഇങ്ങനെ ഉണ്ടേ, അവരെ സഹിക്കാൻ പാട്. നമ്മളെയൊക്കെ രക്ഷിക്കാൻ പോവാന്നുള്ള ഭാവത്തിലാണ് ഇത്രയും വലിയ ശിക്ഷ തരുന്നത്. സ്വയരക്ഷയാണ് അവരുടെ ശ്രദ്ധ. നമ്മളെയൊക്കെ രക്ഷിക്കാൻ പോവാണ്, ഇതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർ രക്ഷപ്പെടാൻ പോവാണ്. ഇവിടെ പൗലോസ് ഉപയോഗിച്ച ആ വാക്യത്തിലെ ഒരു പ്രത്യേക പദം എന്നെ അത്ഭുതപ്പെടുത്തി. അതാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരം. അപ്പോൾ പൗലോസ് ശതാധിപനോടും പടയാളികളോടും പറഞ്ഞത്, ഇവർ കപ്പലിൽ താമസിച്ചല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്നതല്ല. എന്താ മനസ്സിലായി? ഇവിടെ ഒരു പദം കണ്ടോ? നിങ്ങൾക്ക്. എന്നാ പിന്നെ നമുക്കെന്നല്ലേ പറയണ്ടേ? അതല്ലേ ശരി? നിങ്ങൾക്കെന്നാണ് പറയുന്നത്. പൗലോസ് തന്നെ ഒഴിവാക്കി ബാക്കി ആൾക്കാരുടെ കാര്യം നോക്കിയിട്ട് പറയുകയാണെ, ഇവരിവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. അപ്പൊ തിരിച്ച് ഈ പടയാളി ചോദിക്കാൻ നോക്കുക, അല്ലെങ്കിൽ ആ തന്നെ കൊണ്ടുപോകുന്ന സൈനികൻ ചോദിക്കുകയാണ്, വിലങ്ങ് വെച്ചവൻ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഈ കപ്പിത്താൻ ചോദിക്കുകയാണ്, അപ്പൊ തന്റെ കാര്യം എങ്ങനെ? അതിനൊരു മറുപടിയുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവം കഴിഞ്ഞ രാത്രിയിൽ തന്റെ ദൂതനെ എൻ്റെ അരികിൽ അയച്ചു.
പൗലോസേ, നീ കൈസറുടെ മുമ്പിൽ നിൽക്കണം. അതിന്റെ അർത്ഥം എന്താ? എന്റെ രക്ഷ ഈ വള്ളത്തിലൂടെ അല്ല, എന്റെ രക്ഷ രക്ഷാപ്രവർത്തകരിലൂടെ അല്ല, എന്റെ രക്ഷ ഒരിക്കലും കപ്പിത്താനിലൂടെ അല്ലെന്നേ, നിന്റെ ദയാവായ്പിലല്ല എന്റെ രക്ഷ. അതൊരു വാഗ്ദത്തത്തിലാണ്, അതൊരു നിയോഗത്തിലാണ്, അത് കഴിഞ്ഞ രാത്രി കിട്ടിയ ഒരു ദർശനത്തിലാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ചൈതന്യം എന്താണ്? ലോകം തരുന്ന വാഗ്ദത്തങ്ങളല്ലെന്നേ, കർത്താവ് തരുന്ന ആ കൃത്യമായ ഇടപെടലാണ്, ആ ദർശനങ്ങളാണ് നമ്മെ ഫലവത്താക്കി തീർക്കേണ്ടത്. സ്തോത്രം. വളരെ വിചിത്രവും രസകരവുമായ, അപ്പോൾ തന്നെ ചിന്താർഹമായ ഒരു സംഭവം ഉണ്ടായി. ഞങ്ങളുടെ പരിചയത്തിൽ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു, ഒറ്റയ്ക്ക് താമസിക്കുന്ന, മാന്യമായി പോകുന്ന ഒരു അമ്മച്ചി. അപ്പൊ അവരൊരു ദിവസം എൻ്റെ അരികിൽ വന്നിട്ട് ഒരു പരാതി പറഞ്ഞു. പാസ്റ്ററെ, ഈ പഞ്ചായത്ത് മെമ്പർ വലിയൊരു ദ്രോഹം ചെയ്തു. ഞാൻ എന്താ അമ്മച്ചി പറഞ്ഞേട്ടെ, എന്റെ കാർഡ് തേണ്ടേ APL ആക്കി, ഇതോടുകൂടി എനിക്ക് സൗജന്യ റേഷൻ കിട്ടിക്കൊണ്ടിരുന്നു, അതും പോയി. 2 രൂപയ്ക്ക് അരി കിട്ടുമായിരുന്നു, അതും പോയി. ഇപ്പൊ ഞാൻ പൈസ മുടക്കേണ്ടി വരുന്നു, ചെറിയൊരു പെൻഷൻ എനിക്ക് കിട്ടും, വേറെ വരുമാനമില്ല. അതൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ അമ്മച്ചി ഇത്രേ ഉള്ളൂ. അമ്മച്ചി ഒത്തിരി നാൾ പ്രാർത്ഥിച്ച് ഈ കഷ്ടപ്പാടൊക്കെ മാറാൻ. അപ്പൊ ദൈവം അമ്മച്ചിയെ BPL APL ആക്കിയതാണ്, വിശ്വസിക്കാൻ പറഞ്ഞു. മെമ്പറല്ല, ദൈവം ഇങ്ങനെ അങ്ങ് ഉയർത്തിയതാണെന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പൊ നമുക്ക് ആ പരിഭവം എല്ലാം മാറും. അപ്പൊ ആ ഉറക്കം നിന്ന് ഹല്ലേലൂയ എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഞാന് ഈ പ്രശ്നത്തിൽ നിന്ന് പരിഹരിക്കപ്പെടാൻ വേണ്ടി പറഞ്ഞാണെങ്കിലും ഈ അമ്മച്ചിയുടെ വാക്ക് കേട്ടപ്പോ, ആ നിഷ്കളങ്കമായ വാക്ക് കേട്ടപ്പോ എനിക്കങ്ങ് സങ്കടം. അപ്പൊ അവരാ തീരുമാനിച്ചു, ഇവന്റെ വേണ്ടനി ഈ സൗജന്യ അരിയൊന്നും വേണ്ട, ദൈവം എന്നെ പുലർത്തും. അടുത്ത ആഴ്ച ഭയങ്കര സന്തോഷത്തോടെ വന്നിട്ട് പറയാം, ഒരു കുറവും വരുത്തിയിട്ടില്ലെന്ന്. എന്നിട്ട് മെമ്പറെ കണ്ടപ്പോ പറഞ്ഞു, കുഞ്ഞിന് വല്ല ബുദ്ധിമുട്ടുണ്ടേ എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് ചെയ്തു തരാമെന്നെല്ലാം പറഞ്ഞു. ഇവനെ അങ്ങ് ലജ്ജിപ്പിച്ച് വിട്ടെന്നോ. തിരിച്ച് ശരിയാക്കാൻ വേണ്ടി അവൻ വന്നപ്പോ പറഞ്ഞു, നിന്റെ വേണ്ട സഹായം ഒന്നും വേണ്ട, പൊക്കോളാൻ പറഞ്ഞു, ദൈവം എന്നെ പുലർത്തുന്നു. അപ്പൊ നമ്മുടെയൊക്കെ പ്രതീക്ഷ എവിടെയാണ്? നമുക്ക് മുമ്പേ വിദേശത്ത് പോയ മനുഷ്യരുടെ കരങ്ങളിലല്ല നമ്മുടെ പ്രതീക്ഷ. അവിടെ നമ്മൾ ഇനിയും വേണ്ട, നമ്മൾ പഠിപ്പിച്ച് ഒരുക്കി അയച്ച മക്കളിലല്ല നമ്മുടെ പ്രതീക്ഷ. നമ്മൾ നന്നായി പഠിപ്പിച്ച നേഴ്സിംഗ് പഠിപ്പിച്ച് അതുവഴി ജയിച്ചു പോയ കുഞ്ഞിലല്ല നമ്മുടെ പ്രതീക്ഷ. ഇടയ്ക്കിടയ്ക്ക് മക്കളോടും പറയണം, പപ്പാടെ പ്രതീക്ഷ നിന്നിലല്ല, നീ അഭിവൃദ്ധിപ്പെട്ടോട്ടെ, നീ വളർന്നോട്ടെ, നീ അല്ല എന്റെ പ്രതീക്ഷ, എനിക്കൊരു വാഗ്ദത്തം, എനിക്കൊരു ദർശനം, ഞാൻ കണ്ടറിഞ്ഞ ക്രിസ്തു നല്ലവനായിരുന്നു, ആ ചൈതന്യമാണ് എന്നെ മുമ്പോട്ട് നയിക്കുന്നത്. അങ്ങനെ ഒരു ആത്മീയ സ്വയം പര്യാപ്തത നമ്മുടെ ചിന്ത കൊണ്ട് വരട്ടെ. ചില മനുഷ്യരങ്ങനെയല്ല, ഞാൻ കണ്ണു കാണാതായി, പ്രായമായി, എന്നെ ഇനി ആര് നോക്കും, എങ്ങനെയാണ് മുമ്പോട്ട് പോവുക? ആശങ്കകളുടെ വലിയ ലോകത്ത് പൗലോസ് പറയാണ്, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇതേ കാര്യം പണ്ട് മൊർദെഖായിയും പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞത്? യഹൂദര് മറ്റൊരു സ്ഥാനത്ത് നിന്ന് ഉയർച്ച ഉണ്ടാകും, നീ നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. കപ്പൽ യാത്ര ചെയ്യുന്ന മനുഷ്യരോട് പറയാണ്, നിങ്ങൾ എന്റെ വാക്ക് കേൾക്കാതെയാണ് ഇതുവരെ വന്നത്, നിങ്ങൾ എന്റെ വാക്ക് കേട്ടനുസരിച്ചിരുന്നെങ്കിൽ ഈ ഗതി ഇന്ന് വരുമായിരുന്നില്ല. സുവിശേഷത്തിന്റെ കരുത്തതാണ്. ഒരിക്കൽ നമ്മൾ ഈ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയും, ഞങ്ങളുടെ വാക്ക് നിങ്ങൾ ഇരുന്നെങ്കിൽ ഈ അനർത്ഥം ഈ തലമുറ മീതെ വരുമായിരുന്നില്ല. വഴിയിൽ നിന്ന് പരസ്യവും നടത്തുമ്പോൾ, ട്രാക്ട് കൊടുക്കുമ്പോൾ അവഹേളിക്കപ്പെട്ട് ആർക്കും വേണ്ടാത്തവരായി നിൽക്കുമ്പോൾ, രാവെളുക്കോലം പ്രാർത്ഥിക്കുന്നവനെ, ഓൾ നൈറ്റ് പ്രയർ നടത്തുന്നവനെയൊക്കെ കണ്ടിട്ട് അവഹേളിക്കുന്ന ഒരു സമൂഹം അപ്പുറത്ത് തലപൊക്കുമ്പോൾ ഭക്തൻ പറയണം, ഒരു ദിവസം എന്റെ ബുദ്ധിയുടെ വൈഭവം തമ്പുരാൻ എന്താണ് നിങ്ങളെ ബോധ്യപ്പെടുത്തും. മഴ വരുന്നു പ്രളയത്തിന്റെ ആധിക്യത്താൽ ഭൂമി നശിക്കുമെന്നും ഒരു പൊട്ടനെ പോലെ പ്രസംഗിച്ച നോഹ കാലത്തോട് ചോദിക്കുന്നുണ്ട്, എങ്ങനുണ്ട് ഇപ്പോൾ, എങ്ങനായി കാര്യങ്ങൾ എന്നൊരു ചോദ്യമുണ്ട്. സ്തോത്രം. ചിലപ്പോഴൊക്കെ പിശാചായവൻ നമ്മുടെ അരികിൽ വന്നിട്ട് നമ്മെ ഇങ്ങനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. അപ്പോഴൊക്കെ ഭക്തൻ പറയണം, നോ, ഒരു ജയം എനിക്ക് കരുതി വെച്ചിരിക്കുന്നു, ഞാൻ ചെന്ന് കൈസറുടെ മുമ്പ് നിൽക്കുന്ന ഒരു ശുഭ നിമിഷമുണ്ട്, അതിനു മുമ്പ് എന്നെ തകർക്കാനാവില്ല. ഈ പദം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. എന്റെ രക്ഷ മറ്റൊരിടത്താണ്, മറ്റൊരു സ്ഥലത്താണ്. നമുക്കിന്ന് പറയാം, എന്റെ അഭിവൃദ്ധി, എന്റെ സംരക്ഷണം, എന്റെ രക്ഷ, എന്റെ മുഴുവൻ വിടുതൽ മറ്റൊരിടത്താണ്. ആ സ്ഥലം എനിക്ക് വിശ്വാസമാണ്, അത് ഉറപ്പേറിയൊരു സ്ഥലമാണ്, അത് ആശങ്കകളില്ലാത്തൊരു സ്ഥലം, അത് സ്ഥായീ ഭാവമുള്ള ഒരു സ്ഥലം. എന്നാൽ ഒരു മനുഷ്യന്റെ അവസ്ഥ അങ്ങനല്ലേ? ചിലപ്പോഴൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചില സഹോദരന്മാരോട് പറയും, അവിടെ ഒരു റെന്റ് കൊടുക്കും, അവിടെ നിങ്ങൾ അവരെ ഏറ്റെടുത്ത് കുറെ കഴിഞ്ഞിട്ട് ഇവർ നമ്മോട് പറയും, സാറേ ഞാനിപ്പോൾ അത്ര പഴയ പോലുള്ള നല്ലൊരു സൗണ്ട് സിറ്റുവേഷനിലല്ല, ചില പ്രതിസന്ധിയാണ്, എങ്കിലും പ്രാർത്ഥിക്കും, ഞാനൊരു 6 മാസം കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, പിന്നെ പ്രയാസമാണ്. അവരുടെ കുറ്റമല്ല പറഞ്ഞു. നമ്മൾ ഈ കൊടുക്കുന്ന മനുഷ്യര് തിരിച്ചിങ്ങോട്ട് പറയുന്നത് വല്ലാത്ത നിരാശപ്പെടുന്ന വാക്കുകളാണ്. അടുത്ത മാസം ഞങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? ഇവിടെ ഞാൻ അവരോട് പറയും, നിങ്ങൾക്ക് ഉള്ളില് ഈ ഒരു പ്രകാശം കിട്ടാത്ത എന്താ? ഈ മനുഷ്യൻ നിർത്തിയാലും, ഞാൻ നിങ്ങളെ നിർത്തിയാലും എന്നെ സഹായിക്കുന്ന ഇടമുണ്ടെന്നുള്ള ധൈര്യത്തിന്റെ വാക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് കിട്ടാത്ത ഇടത്ത് ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല.
നമ്മുടെ പ്രതീക്ഷ അവിടെ ആകട്ടെ. പ്രതിമാസം സഹായിക്കുന്ന മനുഷ്യനിലല്ല, മുമ്പേ പറഞ്ഞ മക്കളിലല്ല, ബാങ്ക് വായ്പയിലല്ല, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സോഷ്യൽ സെക്യൂരിറ്റിയിലല്ല, മറ്റെന്തെങ്കിലും പരിഗണനയില്ല. അത് ഞാൻ ഭൗതികം മാത്രമല്ല പറയും. ജീവിതത്തിന്റെ സമസ്ത മണ്ഡലത്തിലും നമുക്ക് കർത്താവിൽ നമുക്ക് അർപ്പണം ചെയ്യണം. അപ്പ നീയാണ് ഈ കടലിലൂടെ എന്നെ നയിച്ചത്, നിന്റെ ശബ്ദം കേട്ടാണ് ഞാൻ യാത്ര തിരിച്ചത്. ഇതാ ഈ കപ്പൽ തകരുന്നു, താറുമാറാകുന്ന കപ്പലിൽ പ്രതിസന്ധി നിറഞ്ഞ ഇടത്ത് എന്റെ ആശ്വാസം നിന്റെ ദൂതൻ ഇന്നലെ രാത്രി വന്നു. എന്തൊരു സുഖമുള്ളൊരു അനുഭവമാണ്. ദൂതൻ വന്ന നിമിഷം ഞാൻ ആഞ്ഞടിക്കുന്ന കാറ്റിനെ മറന്നു, അതിശൈത്യത്തെ മറന്നു, ഞാൻ ധരിച്ച ചങ്ങല മറന്നു. ചങ്ങല ധരിച്ച എന്റെ അരിയിലേക്ക് ഒരു ദൂതസാന്നിധ്യം വന്നിട്ട് പറയാ, പൗലോസേ നീ കൈസരുടെ മുമ്പാകെ നിൽക്കണം. പൗലോസ് ചങ്കുറപ്പോടെ പറയാണ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവം കഴിഞ്ഞ രാത്രി തന്റെ ദൂതനെ അയച്ചു. ഇവർക്ക് ഞങ്ങൾ ആരും കണ്ടില്ലല്ലോ ദൂതൻ ഇതിലേ വന്നെന്ന്. ഇത്രയും പറഞ്ഞിട്ടേ അവർ കാണെ ഭക്ഷണം എടുത്ത് കഴിച്ചിട്ട് പറയാണ്, അതിന്റെ ജീവന്റെ രക്ഷയ്ക്കുള്ളതല്ലേ, കഴിച്ചാട്ടെ. ആടി ഉലയുന്ന കപ്പലിൽ ശൈത്യം കൊണ്ട് വീർപ്പ് മുട്ടുന്നവർക്കിടയിൽ, മരണഭീതി അലതല്ലുന്നവരുടെ ഇടയിൽ അപ്പം കഴിക്കാനുള്ള ധൈര്യം ഭക്തന് മാത്രമേ ഉള്ളൂ. ഈ ധൈര്യത്തെ പങ്കിടാം. ഹല്ലേലൂയ. നമുക്ക് പറയാം ഒന്നും ഭവിക്കില്ലെന്ന് പറയാം. ചിലപ്പോഴൊക്കെ പരീക്ഷയിൽ തോറ്റ കുട്ടികൾ കാണും ചർച്ചില്, ഒരു വിഷയം കിട്ടാതെ പോയൊരു കാണും കുട്ടികൾ. ആത്മഹത്യയുടെ ഒരു ലോകത്ത്, പരാജയത്തിന്റെ ലോകത്ത് അവരെ തള്ളിവിടാതെ വരണം. ഒന്നുമില്ലെന്നേ, നമ്മൾ ജയിക്കാൻ പോവാണ്, കരുത്തോടെ നിന്നാട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്ത് പരാജയപ്പെട്ട കുട്ടികളുണ്ടാകും. തോടുന്നതെല്ലാം പപ്പായ്ക്ക് ജോലിയില്ലെന്നറിയാമല്ലോ, നീ ഇച്ചിരി ഉത്സാഹിക്കേണ്ടതല്ലായിരുന്നു, അതൊക്കെ വിട്, പറ്റിയില്ലല്ലോ. ഹേയ് സാരമില്ല കുഞ്ഞ്, അടുത്ത ചാൻസ് നിന്റെയാണ് കേട്ടോ. സ്നേഹം കൊണ്ട് എത്ര പേര് മക്കളെ തോൽപ്പിച്ചിട്ടുണ്ട് ഇതുപോലെ. വഴക്കുകൊണ്ട് തോൽപ്പിക്കുന്നതിന് പരിധിയുണ്ട്. നിനക്ക് പഠിച്ചുകൂടായിരുന്നോ? നിനക്ക് വേണ്ടെല്ലാം ചെയ്തു തന്നല്ലേ, നീ പിന്നോട്ട് പോയോ? ഈ ചോദ്യത്തെക്കാൾ ശിക്ഷയ്ക്ക് കാഠിന്യമുള്ളത് പേടിക്കാതെ. പപ്പ എങ്ങനെയും കഷ്ടപ്പെട്ടാണെങ്കിലും കുഞ്ഞിന് ഒരവസരം കൂടെ തരാൻ പോവാണ്. ഇത് പറയുന്ന കുഞ്ഞിന്റെ ഉള്ളില് ആഴത്തിലൊരു മുറിപ്പാട്. പാവം പപ്പ, പാവം, എന്ത് കഷ്ടപ്പെട്ടു ഞാൻ പഠിച്ചില്ല, എന്നാൽ എന്റെ ചാൻസ് വരികയാണ്, ഒരവസരം താ. പപ്പ തന്നു കഴിഞ്ഞു. സ്വർഗത്തിലെ അപ്പനും ഇങ്ങനെയാണ് നമുക്ക് ചാൻസ് തന്നേക്കുന്നത്. ഒരു വഴക്കും പറയാതെ തോൽവിയാണെങ്കിൽ നമുക്ക് കിട്ടിയ ഒരു ചാൻസാണിത്. ആ ചാൻസിൽ ഇരുന്നുകൊണ്ട് നമ്മൾ വിധിക്കേണ്ടതില്ല. നാഥാ, നിന്റെ കാരുണ്യത്തിന്റെ ആനുകൂല്യം പറ്റിയാണ് ഞാനിന്ന് ഇവിടെ ഇരിക്കുന്നത്. നമ്മളെല്ലാം അങ്ങനെയാണ്. തമ്പുരാന്റെ കൃപയല്ല മറ്റൊന്നും അല്ലല്ലോ നമ്മളിവിടെ ഇരുത്തിയേ, ദൈവത്തിന്റെ കരുണ. എത്ര ആനന്ദകരമായ അനുഭവമാണ് ആ ദൈവത്തിന്റെ കാരുണ്യം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള തോന്നല്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോഴേ ഇതാ പൗലോസ് ഭക്ഷണം കഴിച്ചു, അവരെല്ലാം കാണുക ഭക്ഷണം കഴിച്ചു. അവർക്കൊന്ന് ധൈര്യമായി. നമ്മുടെ ധൈര്യം കാണുന്നവന് ധൈര്യം വരും. അങ്ങനെയാണ്. നമ്മളിങ്ങനെ നിരാശരാണെങ്കിൽ നമ്മൾ സംസാരിക്കുന്നവർക്ക് നിരാശ വരും. നമ്മൾ ഗ്ലൂമി ആയിട്ടിരിക്കുകയെന്ന്, ഒരു ചൈതന്യം ഇല്ലെന്നേ, നമ്മളെ കാണുന്നവർക്ക് പ്രത്യാശ വരത്തില്ലെന്നേ. ഏത് പ്രതിസന്ധിയിൽ ആടി ഉലയുന്ന കപ്പലിലും ധൈര്യം വിടരുത്. കാരണം അത് കൂടെ ഇരിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഈ ധൈര്യം, ഒപ്പം വരുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഈ ധൈര്യം. കൂടെ സഞ്ചരിക്കുന്നവർക്ക് നിങ്ങൾ പറയുന്ന വചനത്തിൽ വിശ്വാസം വരണം. മക്കൾക്ക് നിങ്ങളിൽ വിശ്വാസം വരണമെങ്കിലേ, നിങ്ങൾ സേവിക്കുന്ന ദൈവം നല്ലവനാണെന്ന് ബോധ്യം വരണമെങ്കിലേ അടിപതറരുത്, ഒരിഞ്ച് പിന്നോട്ട് മാറരുത്, ശക്തിയോടെ നിൽക്കണം. അപ്പ സേവിക്കുന്ന ദൈവം, അമ്മ സേവിക്കുന്ന ദൈവം നല്ലവനാണെന്ന് അവർക്ക് ബോധ്യം വരാൻ വേണ്ടിയിട്ട് നമ്മൾ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിട്ട് നിൽക്കണം. അതിന്റെ കരുത്തോടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. സ്തോത്രം. പൗലോസ് ഇത് ചെയ്തു. മറ്റുള്ളവർ അത്ഭുതപ്പെട്ടു. ഈ യാത്രയിൽ ഇവര് ഒരു വിധത്തിലൊക്കെ അപ്പൊ ഈ വള്ളം ആ കയറൊക്കെ അറുത്ത് കളഞ്ഞ് ഇവരുടെ പരിശ്രമമൊക്കെ നിർത്തി കപ്പലൊരു തീരത്തടി. അവിടെ കുറെ അപരിഷ്കൃതരായ മനുഷ്യരാണ്, ബർബരന്മാർ. ബർബരർ എന്ന് പറയുന്നത് സത്യത്തിൽ സിവിലൈസ്ഡ് അല്ലാത്ത മനുഷ്യർന്നാണ്. എഡ്യൂക്കേഷൻ ഇല്ല, വിവേകമില്ല, ഒരേ മനുഷ്യരെ ഉടച്ചെന്നടിക്കും. പക്ഷേ സമൂഹത്തിൽ ഇങ്ങനെ ഒത്തിരി മനുഷ്യരുണ്ട്. നമുക്ക് ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ ഇന്ത്യയുടെ ഭാഗമായ ഒരു സ്ഥലം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളോട് ചേർന്നു. അവിടെ നമുക്ക് ആർക്കും പോകാൻ അനുവാദമില്ല, സർക്കാർ അങ്ങോട്ട് വിടത്തില്ല. അങ്ങോട്ട് ചെന്നാൽ മനുഷ്യരെ ഇവര് വിഷം പുരട്ടി അമ്പുകൊണ്ട് എയ്ത് കളയും, കൊന്നുകളയും. നിയമം മൂലം നിരോധിച്ചതാണ് അവിടേക്കുള്ള യാത്ര. അത്ര അപരിഷ്കൃതരാണ്. ഭൗതിക ലോകമായിട്ട് ഒരു ബന്ധമില്ലാത്ത, ഒരറിവുമില്ലാത്ത കുറേ മനുഷ്യര്. അവിടെയാണ് അടുത്ത കാലത്ത് ഒരു മിഷനറി നിയമങ്ങളെ വെല്ലുവിളിച്ച് അപ്രതീക്ഷിതമായി ചെന്ന്, സായിപ്പാണ് അദ്ദേഹം, അവരുടെ ആയുധങ്ങൾക്ക് വിധേയപ്പെട്ട് മരിച്ചുപോയി. വാർത്ത നിങ്ങൾക്കറിയാം. ഇതാണ് ബർബരർ എന്ന് പറയുന്ന അപരിഷ്കൃതരായ മനുഷ്യർ. അങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട്. പണ്ട് ബെഡൂവിയന്മാരായ കാട്ടറബികൾ ഒക്കെ ഇങ്ങനായിരുന്നു. അപ്പോ വേണ്ട, നമ്മൾ ഇന്ത്യക്കാർ വേണ്ട ഇങ്ങനായിരുന്നു. നമ്മളെല്ലാം ഇങ്ങനായിരുന്നു. സുവിശേഷമാണ് നമ്മളെ മാറ്റിയത്, നാടിനെ മാറ്റിയത്, സ്ഥിതിക്ക് മാറ്റം വരുത്തിയത്. ഇല്ലിറ്ററേറ്റ് ആണ്. അതിൽ തന്നെയും വിദ്യാഭ്യാസമുള്ള
ഒരു തലമുറ വളർന്നപ്പോൾ പോലും അത് സംസ്കൃതത്തിൽ കിട്ടിയ കുറെ അറിവായിരുന്നു. അത് അതിനപ്പുറത്തേക്കൊന്നും അത് പോയില്ല. അവിടെ തന്നെ സംസ്കാരമെന്ന് ഇന്ന് ഇന്ത്യക്കാർ പറയുന്ന പലതും സംസ്കാരമായിരുന്നില്ല. ഞാനത് പലപ്പോഴും മറ്റു പ്രസംഗങ്ങളിൽ പറയാറുണ്ട്. സനാതന സംസ്കാരമെന്നും സനാതന ധർമ്മം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന പലതും മഹാഭോഷ്കായിരുന്നു, മഹാ തെറ്റായിരുന്നു. പരസ്യമൊക്കെ നടത്തുമ്പോൾ പാസ്റ്റർമാർ പറയും ഇന്ത്യക്ക് ഒരു പാരമ്പര്യമുണ്ട്, ഇന്ത്യ മഹത്തായൊരു വേദങ്ങളുടെ നാടാണ്. ഇതൊക്കെ വെറും പൊളിയാണ്. ഇന്ത്യയിൽ എന്താ മഹത്തരമായി നിലനിന്നത്? ബ്രിട്ടീഷുകാർ വന്ന് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുകയും മിഷണറിമാർ വന്ന് ആ ദൗത്യം ശക്തിപ്പെടുത്തുകയൊക്കെ ചെയ്ത ഒരു ആധുനിക ഇന്ത്യയുടെ മഹത്വമൊന്നും പൂർവ്വകാല ഇന്ത്യക്കില്ല എന്നതാണ് ഒരു സത്യം. അത് പോകട്ടെ, നമുക്ക് ആ വഴി ഒത്തിരി പോകണ്ട. അപ്പോ ബർബരന്മാരായ മനുഷ്യർ അവര് പക്ഷേ ഇവരക്കരെ ചെന്നപ്പോൾ വല്ലാത്ത കരുണ കാണിച്ചു എന്ന് പറയുക. കുറേ മനുഷ്യർ നീന്തി അലഞ്ഞും ഭക്ഷണമില്ലാതെ ഇതാ ഇങ്ങോട്ട് കയറി. അവര് തീ കൂട്ടി ഇവരെ സംരക്ഷിക്കുകയാണ്, ഉള്ള ഭക്ഷണമൊക്കെ കൊടുത്തവരെ സംരക്ഷിക്കുകയാണ്. ആ ഘട്ടത്തിൽ ഈ തീ കൂട്ടുന്ന ആ മനുഷ്യർക്കൊപ്പം പൗലോസും കൂടുകയാണ്. ചെന്ന് ചപ്പു ചവറുകളും വിറകും ഒക്കെ വാരിക്കൊണ്ടുവന്ന് ഇതിനുള്ളിലേക്ക് ഇടുകയാണ്. ഇടുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ ഒരണലി കടിക്കുന്നു എന്നാണ് കാണുന്നത്. അണലി എന്നൊരു പാമ്പിന്റെ പ്രത്യേകത, അത് 360 ഡിഗ്രിയിൽ ചലിക്കുമെന്നാണ്. അതായത് നേരെ പോകുന്ന പാമ്പ് അത്രയും തിരിച്ചു വരുമെന്നാണ്. അപ്പൊ അണലിയുടെ ആക്രമണം എപ്പോഴും എത്രയും തിരിച്ചു വരാം. മൂർഖനൊന്നും അങ്ങനെ ചെയ്യില്ല, അതിങ്ങനെ തിരിഞ്ഞു വരണം. പക്ഷെ അണലി സ്പീഡ് അറ്റാക്കാണ്. ഏറ്റവും അപകടകാരിയായിട്ട് അണലി മാറുന്ന അവിടെയാണ്. വിഷത്തേക്കാൾ അപ്പുറത്ത് സ്പീഡ് അറ്റാക്ക്. അപ്പോ ഈ വിഷം പെട്ടെന്ന് വ്യാപിച്ചിട്ട് മനുഷ്യന്റെ കിഡ്നിയുടെ പ്രവർത്തനം, നാഡീവ്യൂഹങ്ങളെല്ലാം പ്രവർത്തനം നശിക്കും. അപ്പൊ നമ്മുടെ നെർവസ് സിസ്റ്റം കംപ്ലീറ്റ് തകർന്നിട്ട് കിഡ്നി തകരും പെട്ടെന്ന്. ഇത് ബ്ലഡ് ഫിൽട്രേഷൻ ഒന്നും നടക്കാതെ ബ്ലഡ് രോമകൂപങ്ങൾക്കിടയിലൂടെ പുറത്തു വരും. ബ്ലഡ് വരാനിടയുള്ള ഇടങ്ങളിലൂടെ എല്ലാം ബ്ലഡ് വരും, ഒപ്പം രോമകൂപങ്ങളെ തുളച്ച് ബ്ലഡ് പുറത്തു വരും. ഇതാണ് സംഭവിക്കുന്നത്. ആള് പെട്ടെന്ന് മരിക്കും. ഇതാണ് അവസ്ഥാവിശേഷം. അതാണ് ഈ ശാന്തമായി കിടക്കുന്ന പാമ്പാണ്. കണ്ടാൽ അത് ഉപദ്രവകാരിയാന്ന് തോന്നുന്നില്ല, ശാന്തമാണ്. പക്ഷെ അതീവ വേഗതയിൽ ആക്രമിക്കും. അങ്ങനെയാണ്. അതിന് പല രൂപങ്ങളുണ്ട്, പല പേരുകൾ അത് അറിയപ്പെടുന്നു. ഇതാണ് വാസ്തവത്തിൽ ഈ അണലി എന്ന് പറയുന്ന പാമ്പ്. അപ്പൊ ഈ പാമ്പ് കയ്യിൽ തൂങ്ങി, അത് കടിച്ചു തൂങ്ങി എന്ന് പറയുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. കടിച്ചു തൂങ്ങി എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു പാമ്പ് കടിച്ചാല് പൗലോസ് മരിക്കില്ലെന്നൊന്നും ഇല്ല. പൗലോസും മരിക്കും, നിങ്ങളും മരിക്കും, ഞാനും മരിക്കുക. കാരണം മനുഷ്യനെ കടിച്ചത് മരിക്കും. അത് വിഷത്തിന്റെ പ്രത്യേകതയാണ്, പോയിസൺ അങ്ങനെയാണ്. പക്ഷേ നമ്മൾ എന്തെങ്കിലും അതിന് അതിജീവിക്കാൻ വല്ലതും ചെയ്യേണ്ടതുമാണ്. കാരണം എന്താ, ഇങ്ങനെ സംഭവിച്ചാൽ ഉടൻ നമ്മൾക്ക് തെറ്റായ വഴിയൊന്നും തിരഞ്ഞെടുക്കാൻ പറ്റില്ല. പല ഘടകങ്ങൾ അതിലുണ്ട്. അതിനെ ഈ പൗലോസ് ചെയ്തെന്താ, കുടഞ്ഞുകളൻ. ഈ കുടഞ്ഞ എന്തിനാണ്? പാമ്പിന് വിഷമില്ലാഞ്ഞിട്ടല്ല, പാമ്പ് കടിച്ചാൽ മരിക്കുമെന്ന് പൗലോസിനും അറിയാം, അതിന് വിഷമുണ്ട്. അങ്ങനെയാണ്. പക്ഷേ നാട്ടുകാർ പറഞ്ഞു ഇയാളെ വല്ലാത്തൊരു കുറ്റവാളിയാണ്. കാരണം കപ്പലിൽ നിന്ന് എല്ലാ മനുഷ്യരും രക്ഷപ്പെട്ടു. കരക്കേറിയ അയാൾ ഈ പാമ്പ് കടിക്കും. അപ്പൊ ഇയാള് നീതിദേവി ഇവൻ രക്ഷപ്പെടാൻ അനുവദിക്കുന്നില്ല. അയാളൊരു വലിയ കുറ്റവാളിയാണ്. ഇതേ മനുഷ്യർ അല്പം മുമ്പ് ഇവന്റെ ധൈര്യം കണ്ടിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയ മനുഷ്യരാ, അവരമ്പരന്ന് പോയ ആൾക്കാരാണ്. ഒരു പാമ്പ് കടിച്ചപ്പോൾ നേരെ തിരിഞ്ഞു. ഇതാണ് മനുഷ്യൻ. ചിലപ്പോഴൊക്കെ അവർ നിങ്ങളെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും, അതേ നാവ് കൊണ്ട് ഈ കഴുത്തും. അതുകൊണ്ട് കഴിവതും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ മുഖസ്തുതി നമ്മൾ വിടുക. ഒരു മനുഷ്യനെ സ്തുതിക്കുന്ന ഏർപ്പാട് നമ്മൾ വിടുക. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സൂക്ഷിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഈ മനുഷ്യനെ പുകഴ്ത്തുന്ന പോലെ നമുക്ക് വിമർശനം ഉണ്ടായാലും നമുക്കെതിരെ എന്ത് സംഭവിച്ചാലും അതിനെ നേരിടാനുള്ള ഒരു കഴിവുണ്ടാകും. അപ്പൊ നമ്മളെ ഒരാൾ പുകഴ്ത്തി അടിച്ചാൽ മനം മറന്നു പോകുന്ന അവസ്ഥയിലേക്ക് ആയിപ്പോകരുത്. ഒരാൾ പുകഴ്ത്തുമ്പോൾ നിങ്ങൾ എന്തോ ആണെന്നും ഒരാൾ ഇകഴ്ത്തുമ്പോൾ നിങ്ങൾ താണുപോയി എന്നൊക്കെ ധരിക്കാൻ ഉള്ള മനസ്സ് വരരുത്. അത് വിട്ടേക്കുക. അതൊന്നും ആവശ്യമില്ല, അതൊന്നും ഗൗരവത്തിലെടുക്കേണ്ട. തൽക്കാലം നമുക്ക് മറ്റൊരു വഴിക്ക് ചിന്തിച്ച് അവസാനിപ്പിക്കാം. ബഹുമാന്യരെ, ഇവിടെ ഇതാ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം, ഈ മനുഷ്യൻ ഈ പാമ്പിനെ കുടഞ്ഞു കളഞ്ഞു. എന്തിനാ കുടഞ്ഞു കളഞ്ഞ്? പാമ്പിന് വിഷമില്ലാഞ്ഞിട്ടല്ല. പൗലോസിനെ കടിച്ചാൽ പാമ്പിന് വിഷം ഒന്നും ബാധിക്കില്ലെന്നല്ല. പൗലോസിനെ ബാധിക്കും, നമ്മളെയും ബാധിക്കും. പക്ഷെ പൗലോസിനറിയാം ഇത് ഇപ്പോൾ എന്നെ കടിച്ചാൽ എനിക്കൊന്നും ഭവിക്കില്ല. അതിന്റെ കാരണം അങ്ങനെയാണ്. ഒറ്റ വാക്കിൽ പറയാം, ഈ പാമ്പ് കടിച്ചാൽ ഏക്കാതിരിക്കത്തക്ക വിധം ഒരു ഇമ്മ്യൂണിറ്റി എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ഉണ്ട്. ഉടഞ്ഞു കളഞ്ഞുമ്പോൾ അത് കടിച്ചാൽ ഏക്കാത്ത ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്. അതിന് മറ്റൊരു നിലയിൽ ഞാൻ നിങ്ങളോട് പറയാം. ഈ കറണ്ടിന്റെ ഒക്കെ വർക്ക് ചെയ്യുന്ന മനുഷ്യരുണ്ട്. നമ്മുടെ കൺവെൻഷനൊക്കെ വരുമ്പോൾ ഈ ട്യൂബൊക്കെ കത്തിക്കുന്ന ആ ഇലക്ട്രീഷ്യനുണ്ട്. അയാള് നീളത്തിൽ, പണ്ടൊക്കെ ഒത്തിരി ദൂരം ഈ ട്യൂബ് വഴിയിലൂടെ എല്ലാം കെട്ടണമല്ലോ.
ഈ പോകുന്ന മനുഷ്യനെ ചാർജ് ചെയ്തിട്ട് പോകുമ്പോൾ ഓരോ ട്യൂബിന്റെ അടുത്ത് ചെന്നിട്ട് ഒരു മൊട്ട് സൂചി എടുത്ത് ഇതിലേക്ക് കുത്തി ഇതുമായിട്ട് ചേർത്ത് കണക്ട് ചെയ്യും. അപ്പോഴാണ് ഈ ലൈറ്റ് കത്തുന്നത്. അപ്പൊ മൊട്ട് സൂചിന്റെ വയറിനുള്ളിലൂടെ കുത്തണം. ഈ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പോയത് ഓഫ് ആക്കിയിട്ട് പിന്നെ നടന്നു വന്ന് പിന്നെയും പോയി ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴൊക്കെ പിന്നെ മൊബൈലുണ്ട്, അവിടെ ഒരാളെ കൊണ്ട് വിളിച്ചു പറഞ്ഞാൽ മതി. ഇവർ ഇത് ചെയ്ത് ഇവരൊരു അഡ്ജസ്റ്റ്മെന്റ് ഇങ്ങനെ കുത്തി ഇടയ്ക്കെല്ലാം അടി കിട്ടും. കുറേ ഇവർക്കിട്ട് അടി കിട്ടിക്കഴിഞ്ഞാൽ ഈ കറണ്ട് കയറിയാലൊന്നും ഇവരെ ബാധിക്കുകയില്ല. ഉരുതപ്പെട്ട വോൾട്ടേജ് വന്നാലൊന്നും ഇവരെ ബാധിക്കില്ല. കാരണം എന്താ, ഈ ബോഡി ലാംഗ്വേജ് മാറിപ്പോയി. അത് ഇത്രയും ഒരു എനർജി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പവർ കയറിയാൽ ആ ശരീരത്തെ നശിപ്പിക്കാത്ത വിധം ഘട്ടം ഘട്ടമായി ഇവരിൽ വന്നിട്ടുള്ള ഒരു പവർ, ഈ വൈദ്യുതി വന്നാൽ അവര് അത് ഷോക്കേക്കാത്ത വിധം ഇവരിൽ ഘട്ടം ഘട്ടമായി പല ആവർത്തിച്ച ജോലിയിലൂടെ അകത്ത് പ്രവേശിച്ച ഈ പവർ അവരെ സംരക്ഷിത അനുഭവത്തിലേക്ക് ഒരുക്കും. അങ്ങനെയെങ്കിൽ അണലി കടിച്ചപ്പോൾ പൗലൂസിന് എന്താണ് ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടായെന്ന് അറിയേണ്ട, ഒരു പ്രതിരോധത്തിന്റെ കാരണം വേറൊന്നുമല്ല. പൗലൂസേ, നീ കൈസറുടെ മുമ്പാകെ നിൽക്കും. ഇതാണ് കാരണം. അത്രേ ഉള്ളൂ. അപ്പൊ കൈസറുടെ മുമ്പാകെ നിൽക്കുമെന്നറിഞ്ഞാൽ കപ്പൽ ഛേദത്തിൽ മരിക്കില്ല, അണലി അടിച്ചാലും മരിക്കില്ല. അവിടെ വരെ നിന്റെ യാത്ര സുഗമമാണ്. ഒരു തരത്തിലും നിനക്കൊന്നും സംഭവിക്കില്ല. അപ്പൊ വാഗ്ദത്തങ്ങളുള്ള നമുക്കെതിരെയുള്ള വിധിയെഴുത്തുകൾ നോക്കിയിട്ട് പറയണം, അവിടെ വരെ എൻ്റെ ജീവിതം സുരക്ഷിതമായിരിക്കും. ഞാൻ അവിടെ ചെല്ലും, എൻ്റെ യേശുവിനെ ഉയർത്തും. കൈസർ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മുമ്പിൽ ഞാൻ അതിധൈര്യം നിന്നെ ഉയർത്തും. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇത് കുടഞ്ഞു കളയുക. നമുക്കല്ലാത്ത ചില ഇത്തരം പ്രതിസന്ധി വരുമ്പോൾ കുടഞ്ഞു കളഞ്ഞിട്ട് ഭക്തൻ പറയണം, നോ, നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിനക്ക് വിഷമില്ലാഞ്ഞിട്ടല്ല, കഴിവില്ലാഞ്ഞിട്ടല്ല, എന്നെ തന്നെ തിരഞ്ഞു വന്ന് കടിച്ചപ്പോൾ വൈരാഗ്യമില്ലാഞ്ഞിട്ടുമല്ല, പക ഇല്ലാഞ്ഞിട്ടുമല്ല, എന്നെ നീ ലക്ഷ്യമിടുന്നുണ്ടെന്ന് പറയാം. പക്ഷേ ഞാൻ വിശ്വാസത്താൽ നിന്നെ കുടഞ്ഞു കളയും. കാരണം എൻ്റെ അടുത്ത യാത്ര കൈസറുടെ മുമ്പിലാണ്. ഞാൻ പോകാൻ ആഗ്രഹിച്ച അപ്പീൽ കോടതിയുടെ മുമ്പിലേ ഞാൻ ചെന്ന് നിൽക്കും. വിചാരണക്കെടുക്കുമെന്റെ വിഷയം. അവിടെയും ഞാൻ സുവിശേഷം ഉയർത്തും. അവിടെയും യേശു ലോകരക്ഷകനെന്ന് മുഴക്കും. ആ വിചാരണ കോടതിയുടെ പ്രതിക്കൂട്ടിൽ നിന്നിട്ട് ഞാൻ ഉച്ചസ്ഥലം പ്രസംഗിക്കും. എൻ്റെ യേശു മാത്രം രക്ഷകൻ, അവിടുന്ന് മാത്രം അനുഗമിക്കാൻ കൊള്ളാവുന്നവൻ, അവിടുത്തെ വാക്ക് മാത്രം ആധികാരികം, അവിടുന്നാണ് അനുകരണീയൻ എന്നുള്ള സത്യം ഞാൻ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയും. അതുകൊണ്ട് ആ വലിയ ദൗത്യം ചെയ്യാൻ കഴിയും വരെ നിനക്കെന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഇന്ന് ചില വാഗ്ദത്തങ്ങളെ സംഭരിക്കണം, ചില ചിന്തകളെ സംഭരിക്കണം. കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടി പണിയെടുക്കാൻ ചില ഉത്തരവാദിത്വങ്ങൾ കർമ്മനിരതരായി നമ്മുടെ മുമ്പിലേക്ക് അനേകരെ കർത്താവ് എത്തിക്കത്തക്ക വിധം നമുക്കൊന്ന് കരുത്തരാകേണ്ടത്. ആ യാത്ര അവിടെ വരെ പോകേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ ഒരു കാര്യം പഠിക്കണം. ഈ ദർശനം പൗലോസിലേക്ക് ഉണ്ടാകും. നീ അവിടെ നിൽക്കും, അതൊരു സത്യമാണ്. പക്ഷെ എപ്പോഴും ഓർക്കേണ്ടത്, ദർശനം വളരെ കൃത്യതയുള്ളതാണ്, അതിലേക്കുള്ള വഴി സുഗമമല്ല. അതാണ് നമുക്ക് പലപ്പോഴും പരാജയം വരുന്നത്. ദർശനം കണ്ടതുമായി യഥാർത്ഥ ജീവിതം ബന്ധമില്ലാതെ കപ്പൽ പോയിക്കൊണ്ടിരിക്കും. കപ്പൽ ഛേദത്തിലകപ്പെടും. അവിടെ പോയിട്ട് അണലി കടിക്കും. അവിടെ പോയിട്ട് നമ്മെ രക്ഷിക്കുമെന്ന് കരുതുന്ന മനുഷ്യര് വള്ളത്തിൽ രക്ഷപ്പെട്ടുവെന്ന് വരും. ഇന്നലെ പുകഴ്ത്തിയവര് ഇന്ന് ഇകഴ്ത്താൻ സാധ്യതയുണ്ട്. നിരാകരിച്ചവർ അംഗീകരിച്ചു എന്നും വരാം. ഇവർ തന്നെ പിന്നെ പറയും, അണലി കടിച്ചിട്ടൊന്നും ഭവിക്കാത്തവെന്നുള്ള നിലയിൽ നീ ഒരു ദേവനാണെന്ന് പറയും. പ്രതീക്ഷകളും ഇത്തരത്തിലുള്ള വാക്കുകളും കേൾക്കുമ്പോ നമ്മൾ സ്വയം വല്ലാതെ ആയി പോകരുതേ. ഇതുപോലെ തിരിച്ച് ചിലർ അപഹസിക്കുമ്പോ നമ്മൾ ചുരുങ്ങിയും പോകരുത്. ഇന്ന് പ്രധാനമായിട്ടും പ്രാർത്ഥിക്കേണ്ടതാണ്. ചിലരൊക്കെ എന്നെ പുകഴ്ത്തുമ്പോ ഞാൻ എന്തോ ആയി എന്നുള്ളൊരു ബോധത്തിൽ നിന്ന് നീ എന്നെ ഒന്ന് മാറ്റണമേ കർത്താവേ. ചിലരൊക്കെ പരിഹസിക്കുമ്പോ ഞാൻ സ്വയം ശൂന്യനായിപ്പോയല്ലോ എന്നോർത്തുള്ള വേദനയും വരാതെ എന്നെ ഒന്ന് സൂക്ഷിക്കണമേ. ഈ രണ്ട് വഴിക്കും ഇടക്കാണ് എൻ്റെ യാത്ര. മറ്റൊരുവന്റെ പുകഴ്ത്തലിലല്ല, മറ്റൊരുവന്റെ അപഹസിക്കലിലുമല്ല എൻ്റെ യാത്ര. ഞാൻ കണ്ടെത്തിയ ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെയാണ് എൻ്റെ മുമ്പോട്ടുള്ള ഗമനം. ഇത് ചിന്തിക്കണം, ഇങ്ങനെ തന്നെ പഠിക്കണം, ഇങ്ങനെ തന്നെ ഗ്രഹിക്കണം. ഏതായാലും ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തി നിർത്താം. സമയമാകുമ്പോൾ ഒന്ന് അറിയിച്ചാൽ മതി, ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ ഒരു 4-5 മിനിറ്റ് മുമ്പ് ഇട്ടാൽ ഞാൻ അനുസരിച്ച് നിർത്തിക്കൊള്ളാം. സ്തോത്രം. ഏതായാലും ഒരു പ്രധാന പോയിന്റ് ഉണ്ട് ഇതിനകത്ത് പറയാൻ. പൗലോസ് ഇവിടെ തിരഞ്ഞെടുക്കുന്ന പ്രയോഗം, ഒന്ന്, അദ്ദേഹം ആ കപ്പലിൽ ഇരുന്നുകൊണ്ട് പറയുന്ന പല കാര്യങ്ങളും സാന്ദർഭികമാണ്. സാന്ദർഭികം. ഈ കപ്പലിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ സാന്ദർഭികമാണ്. പക്ഷേ ആ വാക്കുകൾ ഇപ്പോൾ ഇതാ വിശുദ്ധ ബൈബിളിന്റെ ഭാഗമാണ്. അതെനിക്ക് പ്രസംഗിക്കാനും നിങ്ങൾക്ക് കേൾക്കാനും നാളുകളിൽ കൂടുതൽ പഠിപ്പിക്കാനും കഴിയുന്ന ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ ഒരുക്കത്തിലാണ് ഞാൻ ഈ കപ്പലിലൂടെ പോകുന്നതെന്ന് അന്ന് പൗലോസിന് അറിയില്ലായിരുന്നു. ഞാൻ ചെയ്യുന്നത് ഒരു പ്രബന്ധ നിർമ്മിതിയാണ്. വരാണ്ടിരിക്കുന്ന ജനകോടികൾ വായിച്ചറിയേണ്ട ഒരു പുസ്തകത്തിൽ സ്ഥാനം പിടിക്കാനുള്ള അനുഭവം കൊണ്ടാണ് എൻ്റെ ഈ യാത്രയെന്ന് അന്ന് ആ മനുഷ്യൻ അറിയില്ല. നമ്മളും ഇതുപോലെയാണ് സഹോദരങ്ങളെ.
നമ്മുടെ യാത്ര വരാനിരിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ, അനേകർക്ക് മാതൃകയായിത്തീരുന്ന ഒരു ചരിത്ര സംഭവത്തിന്റെ അതിന് സാക്ഷ്യം വഹിക്കുകയില്ലെന്ന് ആര് കണ്ടു? എങ്ങനെയാണ് നമ്മുടെ ജീവിതം ദൈവം പ്രയോജനപ്പെടുത്തുന്നത് എന്ന് ആര് കണ്ടു? അതുകൊണ്ട് കർമ്മനിരതരായി അവിടുത്തെ വേലയിൽ അധ്വാനിക്കാൻ ദൈവത്താൽ വിളിക്കപ്പെട്ട നമ്മുടെ മുമ്പിൽ നമുക്ക് കൃത്യതയാർന്ന ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം, എനിക്ക് ദർശനം തന്ന ദൈവം എന്നെ കൈസറുടെ മുമ്പിൽ കൊണ്ടു നിർത്തും. എനിക്ക് അവിടെ ചെല്ലണം, എനിക്ക് സാക്ഷ്യം പറയണം, എനിക്ക് മറ്റ് പല ഉത്തരവാദിത്തങ്ങൾ അവിടെ ഉണ്ട്. എന്റെ രക്ഷ എന്നതിലുപരി പൗലോസ് ഈ രംഗങ്ങളെല്ലാം ഉപയോഗിച്ചത് തന്റെ സാക്ഷ്യവൽക്കരണത്തിനാണ്. എനിക്ക് അവിടെ ചെല്ലേണ്ടി വരുന്നത്, എനിക്ക് നിന്നെ കുറിച്ച് സാക്ഷിക്കണം, എനിക്ക് അങ്ങയെക്കുറിച്ച് സാക്ഷിക്കണം, അങ്ങ് ആരാണെന്ന് പറയണം. ആ കോടതി മുറിക്കുള്ളിലെ ചർച്ചാ വിഷയങ്ങളെ എനിക്ക് കൂടുതൽ സുവിശേഷാത്മകമാണ്. ഇത് മുമ്പും അനുഭവമുണ്ട്. എന്താണ്? ഫേലിക്സിന്റെ മുമ്പിലും അഗ്രിപ്പയുടെ മുമ്പിലും ഒക്കെ നിന്നുകൊണ്ട് പൗലൂസ് ലീഗ ചെയ്ത ആ പ്രസംഗമുണ്ട്. അഗ്രിപ്പായുടെ അടുത്ത് പൗലൂസ് പറയുന്നുണ്ട്, പ്രസംഗിച്ചു വരുമ്പോ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ നീ എന്നെ ക്രിസ്ത്യാനിയാകുവാൻ സമ്മതിപ്പിക്കുന്നു. ഇതുപോലെ കൈസറുടെ മുമ്പിലും എനിക്കൊരു സമ്മർദ്ദം വെക്കണം. ആ സമ്മർദ്ദം എന്താണ്? അനുഗമിക്കാൻ കൊള്ളാവുന്നവൻ എന്റെ യേശുവാണെന്ന് എനിക്ക് അയാളോട് പറയണം. ആ കേൾവിക്കാരുടെ മുഴുവൻ പറയണം. അവിടെ നിൽക്കുന്ന വക്കീലന്മാരും ജൂറിമാരും അവിടെ എല്ലാം ഇവര് കേൾക്കണം, അനുഗമിക്കാൻ കൊള്ളാവുന്ന ഒരുവൻ എനിക്കുണ്ട്, അത് യേശുവാണ്. നമുക്കും പറയാം, യേശു മാത്രം രക്ഷകൻ, കർത്താവ് മാത്രം വീണ്ടെടുപ്പുകാരൻ, കർത്താവ് മാത്രം മനുഷ്യരാശിയുടെ വിമോചകൻ, രക്ഷ യേശുക്രിസ്തുവിൽ കൂടി മാത്രം. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവന്റെ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. യേശുവിന്റെ രക്തം പാപമോചനമാണ്. യേശുവിന്റെ രക്തം രോഗശാന്തിയാണ്. യേശുവിന്റെ രക്തം പാപമംഗലമായ മ്ലേച്ഛതയ്ക്ക് മീതെ അതിജീവനത്തിന്റെ കരുത്താണ്. ഇതെനിക്ക് പറയാൻ കിട്ടുന്നൊരവസരം കളയാതിരിക്കണം. അതുകൊണ്ട് എനിക്ക് പോകണം കൈസറുടെ മുമ്പിൽ. എന്റെ പ്രത്യാശ എന്താണെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തും. ഇതിനൊരു കാരണമുണ്ട്. അതാണ് ഞാൻ ഒരു കാര്യം പറയാം എന്ന്. ഈ കോടതിയിൽ നമ്മൾ പറയുന്നതെല്ലാം രേഖയാകും, അത് എഴുതാറുണ്ട് അവിടെ. അങ്ങനെയാണ് ആ വസ്തുത. അങ്ങനെ പണ്ട് കോടതിയിൽ നടന്ന സംഭവങ്ങൾ മുഴുവൻ എഴുതിയ ഒരു കേസ് എങ്ങനെ തീർന്നു എന്നുള്ളതിന്റെ വാദം, പ്രതിവാദം, വിധി എല്ലാം ചേരുന്ന ഒരു കേസ് ഡയറി ഉണ്ടാകും. ഇതാണ് പിന്നെ LLBക്ക് പഠിക്കുന്ന കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കാണ്. അതുകൊണ്ടാണ് ചില കേസുകൾ അങ്ങനെ ചർച്ച ചെയ്യുന്നത്. ഉദാഹരണം, 2022 നുപൂർ ശർമ്മ എന്ന് പറയുന്ന BJPയുടെ വക്താവ് ഒരു മതനിന്ദ നടത്തി. ഞങ്ങൾക്കൊക്കെ എതിരെ മതനിന്ദ എന്ന കുറ്റം ചുമത്തി കേസുകളുണ്ട്. മതനിന്ദയ്ക്ക് 295 വകുപ്പ്, 295A, 153B ഉണ്ട്. ഇങ്ങനെ 3-4 വകുപ്പുകളുണ്ട്. ഞങ്ങൾക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു, ഈ നുപൂർ ശർമ്മയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? കാരണം എനിക്കും അൻലയ്യപ്പനും ഒക്കെ എതിരെ കേസുള്ളതാണ്. നാട്ടിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ നമ്മൾ ഇത്തരത്തിൽ മുഹമ്മദിനെയൊക്കെ വിമർശിച്ച്. പക്ഷേ അതിൽ പ്രത്യേകിച്ച് ഒരു നടപടി വരാൻ കഴിയില്ല. കാരണം ഇത് പ്രൂവ് ചെയ്യാൻ അവർക്ക് പ്രയാസമായിട്ട് വരും. ആരെയും ശിക്ഷിച്ച് കാണുന്നില്ലത്. അപ്പോ എന്താ ഇതിന്റെ കാര്യമെന്ന് അറിയണ്ടേ? ഈ നിയമം 1929 ഉണ്ടാകുന്നത്. അപ്പൊ ഇന്ന് ഇതേപ്പറ്റി പറയുമ്പോൾ, ഈ നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് എന്താണെന്നറിയട്ടെ? ഇത് നിങ്ങൾ ദയവായിട്ട് നുപൂർ ശർമ്മ വേഴ്സസ് ഡൽഹി ഗവൺമെന്റ് ഓഫ് ഡൽഹിയും തമ്മിൽ നടന്ന ഒരു കേസുണ്ട് 1922 പോയത് വായിക്കാൻ പറയും. മനസ്സിലായില്ലേ? അപ്പൊ എന്താണെന്നറിയണ്ടേ? ഒരു കേസിന്റെ മുഴുവൻ ഡീറ്റെയിലും ആ കേസുമായി നടന്ന സംഭവങ്ങളും പഠിച്ചെങ്കിലേ ഈ വകുപ്പിനെ വ്യാഖ്യാനിക്കാൻ പറ്റൂ. മനസ്സിലായില്ലേ? നമ്മൾ ബൈബിൾ വ്യാഖ്യാനിക്കുന്നവരെ വകുപ്പ് വ്യാഖ്യാനിക്കണം. അത് മതനിന്ദയാകുമോ? ഉദാഹരണം, ഒരാൾ പറയാണ്, ദാവീദ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അദ്ദേഹത്തിന് ഭാര്യ ഉണ്ടായിരിക്കെ അദ്ദേഹത്തിന്റെ സൈനിക മേധാവിയുടെ ഭാര്യയെ സ്വന്തമാക്കി അതിലൊരു പുത്രനെ ഉൽപ്പാദിപ്പിച്ചു. ഇതൊക്കെ മര്യാദയാണോ എന്ന് ഒരാൾ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അത് പ്രവാചക നിന്ദയാണ് എന്ന രൂപേണ ഈ യഹൂദന്മാര് കേസ് കൊടുത്താൽ അത് നിലനിൽക്കില്ല. കാരണം ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിരിക്കുന്നു ഇങ്ങനെ ഉണ്ടെന്നുള്ളത്. അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകൾ എഴുതിയെടുത്തോളം ഇതെടുത്ത് കാണിച്ചാൽ കോടതി പറയും അവർ പുതുതായിട്ടൊന്നും ഉണ്ടാക്കിയില്ലല്ലോ, അതിലുള്ളതാണോ ഇതെന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഈ രൂപത്തിൽ അതിന് വിധി വരും. കേസ് അങ്ങനെയാണ് ചെന്ന് പോകുന്നത്. അപ്പൊ നുണ പറയാൻ ഒക്കൂല, മറിച്ചുള്ളത് പറഞ്ഞാൽ അത് പ്രയാസമാവില്ല. അപ്പൊ ഞാനെന്തിനാ പറയുന്നറിയണ്ടേ? ഒരു കേസുമായി ബന്ധപ്പെട്ട വാദങ്ങൾ, പ്രതിവാദങ്ങൾ, കോടതിയുടെ ഉത്തരവ്, ഇതെല്ലാം ചേർന്ന ആ കേസിന്റെ സമഗ്രതയുണ്ട്. അത് വരും തലമുറയിലെ കുട്ടികൾക്ക് പഠന വിഷയമാണ്. അവരത് പഠിച്ചിട്ടാണ് കോടതിയിൽ വാദിക്കുന്നത്. എങ്ങനെയാ വാദിക്കുന്നത്? കോടതിയോട് പറയും, ഇതിന് സമാനമായൊരു കേസ് ഇന്ന കോടതിയിൽ ജമ്മു ആൻഡ് കാശ്മീരില് വേഴ്സസ് ഗവൺമെന്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ഇതുപോലൊരു സംഭവം നടന്നു, അത് ഇന്ന കോടതി ഇന്നതായിരുന്നു വിധി. ആ കോടതി അങ്ങനെയാ പറഞ്ഞത്. ഒരു കാര്യം പറയണ്ടേ? നമ്മുടെ രാജ്യത്തൊരു നിയമമുണ്ട്, ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ഒരു വിധി പുറപ്പെടുവിച്ചാൽ ആ വിധി രാജ്യ നിയമമായിട്ട് മാറും. അങ്ങനെയാണ്. കേരള ഹൈക്കോടതി ഒരു ഉത്തരവിട്ട് കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് മുഴുവൻ ബാധകമാണ്. കേരളം മാത്രമല്ല, ഇന്ത്യക്ക് മുഴുവൻ ബാധകമാണ്. ഹൈക്കോടതിക്ക് അത് അധികാരം ഇന്ത്യക്ക് മുഴുവൻ.
ജമ്മു കാശ്മീരിലെ കോടതി ഒരു ഉത്തരവിട്ടു. ഡൽഹി കോടതി ഉത്തരവിട്ടാൽ ഡൽഹി മാത്രമല്ല ബാധകം, ഇന്ത്യ മുഴുവൻ ബാധകമാണ്. ഈ രണ്ട് കോടതിക്ക് അത് അധികാരമുണ്ട്, എല്ലാ ഹൈക്കോടതികൾക്കും സുപ്രീം കോടതികൾക്കും. 272 കോടതിക്ക് അതിന് കിട്ടുന്ന പ്രത്യേക അധികാരം, വകുപ്പ്. പോട്ടെ, ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നറിയട്ടെ. ഇന്ന് വചനം കേൾക്കുമ്പോൾ മനസ്സിലാക്കണം, പൗലോസിനെ വിധിക്കുന്ന ഒരു കോടതിയുണ്ട്. ആ കോടതി ഏതാണ്? നമ്മളുടെ ഈ കൈസറുടെ കോടതി. കൈസറുടെ കോടതിയിലെ ചർച്ചകൾ, വിഷയങ്ങൾ, ഇതൊക്കെ അവിടെ എഴുതാറുണ്ട്. റോമൻ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. എന്ത് പൗലൂസ് പറഞ്ഞെന്നും എന്ത് പൗലൂസിനോട് പറഞ്ഞെന്നും. ഇനിയിപ്പോ നമുക്ക് ആ കോടതി രേഖയേക്കാൾ അവലംബമാക്കാൻ പറ്റിയ മറ്റൊരു ഗ്രന്ഥം കയ്യിൽ കൊണ്ട്, അത് അപ്പോസ്തല പ്രവൃത്തി. അവിടെ എന്തെല്ലാം നടന്നു. അഗ്രിപ്പാവും പൗലൂസും തമ്മിൽ നടന്ന കോടതി ചർച്ച ഇവിടെ കിടപ്പുണ്ട്. ആ കോടതി ചർച്ച ചേരുമ്പോ അഗ്രിപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ എന്നെ കമ്പൽ ചെയ്യുകയാണ്. 26 അധ്യായം വായിക്കുമ്പോ ഒക്കെ കാണുന്നു, നീ എന്നെ നിർബന്ധിക്കുന്നു ക്രിസ്ത്യാനിയാകുവാൻ. നീ എന്നെ നിർബന്ധിക്കുന്നു. ആരംഗം അസൂയോടെ ഞാൻ ഓർക്കും. ജീവിതത്തിൽ കാണാൻ ആഗ്രഹിച്ച ഒരു കേസിന്റെ വാദപ്രതിവാദം അത് തന്നെയാണ്. എന്താണെന്നറിയണ്ടേ? നിർണായകമായ കേസുകൾ കോടതി ചർച്ച ചെയ്യുമ്പോൾ ജൂനിയർ വക്കീലന്മാരെല്ലാം ഇത് കേൾക്കാൻ പോകും. എന്താകും വിധി എന്നറിയാം. അതിന്റെ വാദം എങ്ങനെയാന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് വക്കീലന്മാരെല്ലാം വരും. നാളെ വാദം നടക്കുന്നു, അവർക്കത് രസകരമാണ്, കേട്ട് പഠിക്കാൻ അവരിങ്ങനെ തയ്യാറെടുക്കുകയാണ്. ചില ഓപ്പറേഷനുകൾ കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ജൂനിയർ ഡോക്ടേഴ്സ് വരുന്നത് പോലെ പ്രമാദമായ ഒരു കേസിന്റെ വാദം നടക്കുകയാണ്. അതൊന്ന് കേട്ട് കളയാം. അതിങ്ങനെ കേട്ട് അവർ നോട്ട് കുറിച്ച് മനസ്സിലാക്കും, ഇന്ന വഴിക്കാണ് നിയമം വ്യാഖ്യാനിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഒരു വേദപുസ്തകം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക, കാണാൻ ആഗ്രഹിച്ച ഭൂമിയിലെ അപൂർവ വിഷയങ്ങളിൽ ചിലതുണ്ടല്ലോ, അതിലൊന്നെന്താണ്? ഞാൻ പറയും, തീർച്ചയായും അഗ്രിപ്പാവിന്റെ കോടതിയിൽ പൗലോസിനെ വിമർശിക്കുന്ന, വിചാരണ ചെയ്യുന്ന ആ രംഗം നിങ്ങളൊന്ന് ആലോചിച്ചേ. കണ്ണിന്റെ ആ കാഴ്ചയ്ക്ക് ഒരല്പം മങ്ങലേറ്റ മനുഷ്യൻ, ദീർഘനാൾ ഇരുട്ടറയിൽ കിടന്ന് ശരീരം ശോഷിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ വലത് കൈയിൽ നിന്ന് ഇടത് കാലിലേക്ക് ഒരു ചങ്ങല കെട്ടിയിട്ടുണ്ട്, ഇടത്തെ കയ്യിൽ നിന്ന് വലത് കാലിലേക്കും ഒരു ചങ്ങല കെട്ടിയിട്ടുണ്ട്. ഈ ചങ്ങലയുടെ പ്രശ്നം അയാളുടെ പൊക്കത്തോളം പൊക്കമില്ലാത്തപ്പോ നീളം കുറഞ്ഞൊരു ചങ്ങലയാണ്. കാരണം അവരുടെ രാജ്യത്തൊക്കെ ഒരു നിയമമുണ്ട്, ഈ കുറ്റവാളി ഇങ്ങനെ കുനിഞ്ഞു നിൽക്കണം, നിവരെ നിൽക്കാൻ അർഹതയില്ല. കുനിഞ്ഞു നിന്നിട്ട് ന്യായാധിപ വേദിയിലിരിക്കുന്ന ആ മജിസ്ട്രേറ്റിന്റെ മുഖത്തേക്ക് നോക്കാൻ എന്ത് പ്രയാസം വരുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെ ഇടതുകാലിൽ നിന്ന് വലത് കൈയിലേക്ക്, വലതുകാലിൽ നിന്ന് ഇടത് കൈയിലേക്ക് ഈ ക്രോസായി ചങ്ങല കെട്ടി നിൽക്കുന്ന പൗലൂസിനെ ഞാനിങ്ങനെ അസൂയോടെ നോക്കിക്കാണുക. ആ നിൽക്കുന്ന നിൽപ്പില് കോടതിക്ക് ഈ മനുഷ്യനോട് ചോദ്യം ചോദിക്കാറുണ്ട്. ആ ചോദ്യത്തിന്റെ മറുപടി കുനിഞ്ഞു നിന്നൊക്കെ സംസാരിച്ചാൽ നമുക്ക് എന്ത് ബുദ്ധിമുട്ടാണ്. പക്ഷെ മുഖം കാണുന്നില്ല. ഒരു വിധത്തിൽ ഇങ്ങനെ വിഷമിച്ച് അവിടെ നിന്ന് നോക്കണം. നോക്കി നിൽക്കവേ പൗലോസ്ലീഹ അതിമനോഹരമായൊരു പ്രസംഗം. എന്തൊരു ഉജ്ജ്വലമാണ് ആ പ്രസംഗം. നിങ്ങൾ തിരുവെഴുത്തെടുത്ത് പഠിച്ചാൽ മനസ്സിലാകും. ദൈവവൃത്യന്മാർ ജീവിതത്തിന്റെ കഷ്ടപ്പാടിലാണ് ഏറ്റവും ഉജ്ജ്വലമായ പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ളത്. സ്തെഫാനോസ് എറിയാൻ കൂർപ്പിച്ചു പിടിച്ച കല്ലും കൊണ്ട് നിൽക്കുന്ന നടുവിൽ നിന്നാണ് ഉജ്ജ്വലമായൊരു പ്രസംഗം, കാലത്തെ അതിജീവിക്കുന്ന ഒരു മനോഹര പ്രസംഗം അവിടെയാണ് പറഞ്ഞു വിട്ടത്. ഇതാ കോടതി മുറിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട്, അമ്പരപ്പിച്ചുകൊണ്ട് ഒരു കർത്തൃദാസൻ പ്രസംഗം തുടങ്ങുകയാണ്. അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചിട്ടില്ല. എനിക്ക് കിട്ടിയ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ, പിതാക്കന്മാർ പഠിപ്പിച്ച വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, ന്യായപ്രമാണവും പ്രവാചകന്മാരും പറഞ്ഞു വെച്ച ഒരുവനെ കുറിച്ചുള്ള പ്രത്യാശ, മരിച്ചവരുടെ പുനരുദ്ധാനത്തെ കുറിച്ചുള്ള ചിന്ത, ഇതിനെ ആധാരമാക്കിക്കൊണ്ടാണ് ഞാൻ എൻ്റെ പ്രവൃത്തി ചെയ്തത്. ഞാനിതാ നടന്നു പോകുന്ന യാത്രയിൽ എന്നെ വലയം ചെയ്ത് നിലത്ത് വീഴിച്ചു കളഞ്ഞ അതിശക്തമായ ഒരു പ്രകാശ വലയത്തിന്റെ ആ ചോദ്യത്തിന്റെ മുമ്പിൽ പെട്ടുപോയി. അനുഭവം അങ്ങോട്ട് അടുക്കും ചിട്ടോടും കൂടി പറഞ്ഞ് ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഈ കോടതി കേട്ടിരിക്കുകയാണ്. ആ പ്രസംഗത്തിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോ അഗ്രിപ്പ പറയുന്ന ഒരു ഭാഗമുണ്ട്, നീ എന്നെ ക്രിസ്ത്യാനിയാകുവാൻ സമ്മതിപ്പിക്കുന്നു. കോടതി മുറിക്കകത്താണേ. ഇതാണ് കാണാൻ ഇഷ്ടമുണ്ടെന്ന് പറയുന്ന ആ രംഗം. പൗലോസിന്റെ ജീവിതത്തിൽ എന്ത് സംതൃപ്തി ആയിരിക്കും. എന്റെ മെസ്സേജ് അവന് മനസ്സിലായി കഴിഞ്ഞു, ഞാൻ പറഞ്ഞതെന്തോ പിടികിട്ടിക്കഴിഞ്ഞു. എന്റെ ലക്ഷ്യം എന്റെ രക്ഷയല്ല, നീ യേശുവിനെ അറിയണം. ഈ ചങ്ങല ധരിച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഇത് അഴിഞ്ഞു പോകാനൊന്നും അല്ലെന്നേ ഞാൻ പ്രാർത്ഥിച്ചത്, നീ യേശുവിനെ സ്വീകരിക്കണം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന ഈ ചങ്ങലയൊന്ന് അഴിയാൻ വേണ്ടിയാണ്. എനിക്ക് അവിടെ ചെല്ലണം, ഈ ചങ്ങലയൊന്ന് അഴിയണം, ഇതാണ് പ്രാർത്ഥന എങ്കിൽ പൗലോസിന് ആഗ്രഹം ചങ്ങല അഴിയല്ല. ഐ വാണ്ട് ടു കൺവിൻസ് മൈ മെസ്സേജ് ഓഫ് ഗോസ്പൽ ആൻഡ് ഹിം. ഞാൻ പ്രസംഗിച്ച സുവിശേഷം അവനെ ഒന്ന് കൺവിൻസ്ഡ് ആക്കണം. ആരെയാ? മജിസ്ട്രേറ്റിനെ എനിക്കിതൊന്ന് ബോധ്യപ്പെടുത്തണം. എനിക്ക് ആ പവർ ഒന്ന് കിട്ടിയാൽ മതി, ഇതൊന്ന് കൺവേ ചെയ്യാൻ വേണ്ടി ഒരവസരം. കർത്തൃവൃത്തിയാണ് ഈ കാര്യം കൃത്യം അങ്ങോട്ട് പ്രസംഗിച്ചു. നീ എന്നെ ക്രിസ്ത്യാനിയാകാൻ സമ്മതിപ്പിക്കുന്നു. മറുപടി രസകരം അല്ലയോ തിരുമനസേ, നീ മാത്രമല്ല,
ഇന്ന് എന്റെ പ്രസംഗം കേൾക്കുന്ന ഈ സദസ്യർ കംപ്ലീറ്റ് എല്ലാവരും ഒരുമിച്ച് അടുത്ത പ്രയോഗ ഈ ചങ്ങല ഒഴികെ സകലത്തിലും ആ വേദനയുടെ ആധിക്യമൊന്നും പങ്കിടുക. ഈ ചങ്ങല ഒഴികെ സകലത്തിലും എന്നെ പോലെ ആയെങ്കിൽ കൊള്ളായിരുന്നു. നമുക്ക് ലോകത്തോട് ചെറിയ പ്രതികൂലങ്ങളെ കാട്ടിക്കൊണ്ട് പറയാം, ഇതൊഴികെ സകലത്തിലും നിങ്ങൾ ഞങ്ങളെപ്പോലൊന്നാകുക. ദിസ് ഈസ് ദ പവർ ഓഫ് ഗോസ്പൽ. ഇതാണ് സുവിശേഷത്തിന്റെ പവർ. നമുക്ക് ലോകത്തോട് പറയാം, എനിക്ക് ഇതിൽ അരക്ഷിതാവസ്ഥയും വേദനകളും ഒക്കെ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പങ്കിടുന്നില്ല. പക്ഷേ ഞാൻ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട്, ഞാൻ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്, ഞാൻ അനുഭവിക്കുന്ന ഒരു ആത്മനിർവൃതിയുണ്ട്. രോഗത്തിൽ, പീഡകളിൽ, വേദനകളിൽ, ഒറ്റപ്പെടലുകളിൽ, ഏകാന്തതയിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്. ആ സുഖം, ആ സന്തോഷം, ആ സായുജ്യം നിങ്ങൾ പറഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. അവിടെയാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ മഹത്വം. നമുക്കിതിനെ കോടതി മുറിക്കുള്ളിലെന്നോ പൊതുസ്ഥലമെന്നോ ഒന്നും നോക്കാതെ നമുക്ക് യേശുവിനെ ഉയർത്താം. അപ്പൊ ഇതാ എനിക്ക് നീ കിട്ടിയ തന്നൊരു ചാൻസായി ഞാൻ ഇതിനെ കരുതും. ദിസ് ഈസ് അൻ ഓപ്പർച്യൂണിറ്റി ടു മീ. നീ എനിക്ക് പ്രൊവൈഡ് ചെയ്ത ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ നിന്നെ ഒന്ന് ടെസ്റ്റിഫൈ ചെയ്യട്ടെ, നിന്നെ ഒന്ന് അങ്ങയെക്കുറിച്ച് ഞാൻ ഒരു ടെസ്റ്റിമണി, ഞാനൊരു ടെസ്റ്റിഫിക്കേഷൻ നടത്തുകയാണ്, നിന്നെക്കുറിച്ചൊന്ന് പറയാൻ പോവാണ്, ആരാണങ്ങെന്ന് പറയാൻ പോവുകയാണ്. അതിന് കിട്ടുന്ന ഒരു അവസരം കളയാതെ ഏറ്റവും മാന്യമായി, ഏറ്റവും പക്വതയോടെ എനിക്ക് അങ്ങേ ഉയർത്താം. നമുക്ക് ഒരുമിച്ച് ആ മഹാനാമത്തെ ഉയർത്താം, ഒരുമിച്ച് ആ ശ്രേഷ്ഠ നാമത്തെ ഉയർത്താം. കിട്ടുന്ന ജീവിതാവസരങ്ങളല്ല ഇവിടെ കർത്താവിനെ ഉയർത്താൻ കഴിയുന്നത് ചാരിതാർത്ഥ്യജനകമായ ഒരു അനുഭവമാണ്. ഇവിടെ ഇതാ പൗലോസ്ലീഹ അഗ്രിപ്പാവിന്റെ മുമ്പിൽ നിന്നോ മതി, എനിക്ക് കൈസറുടെ മുമ്പിൽ നിൽക്കാം. ഇവിടുന്ന് കിട്ടിയൊരു പ്രമോഷനാണ്, നേരെ കൈസർ. ഇപ്പൊ കൈസർ മുമ്പ് നിൽക്കാൻ പ്രാർത്ഥിച്ചവന് ചാൻസ് വന്നു. പക്ഷെ ആ ചാൻസ് ദുസ്സഹമായി. കപ്പൽ യാത്ര പീഡനം നിറഞ്ഞതായി, അത് മാനസികമായി ഒത്തിരി ടോർച്ചർ ചെയ്യപ്പെട്ടതായി. ആ യാത്ര അവസാനം ചെന്നുവിട്ടത് ഒരു അപരിഷ്കൃത സമൂഹത്തിന്റെ നടുവിലായിരുന്നു. അവിടെ വെച്ചാണ് അണലി കടിക്കുന്നത്. ഈ അണലിയുടെ മുറിപ്പാടിൽ താനൊരു പ്രതിസന്ധിയും കണ്ടില്ല, കുടഞ്ഞതിനെ തീയിലിട്ടു. അപ്പൊ ചിലരൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം, അത് എനിക്കുള്ളതല്ല. ഭക്തനായി മോർദെഖായിട്ടാണ് അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. താൻ ഉപവാസമെടുക്കുന്ന പ്രാർത്ഥിക്കുന്ന തെരുവീതിയുടെ അപ്പുറത്ത് ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്തോറും ഒരു കഴുമരം ഉയർന്നു വരും. ഉയരം വളരെ 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 കൂട്ടിയിട്ടും മതി വരാത്തൊരു ശക്തി പരമാവധി ഉയരം കൂട്ടും. ആരൊക്കെയോ പറഞ്ഞു, സാർ അത് താങ്കൾക്ക് വേണ്ടിയാ. ആ ശീലാന്തിലേക്ക് കൊളുത്തിട്ട് കഴുത്തിൽ കുരുക്കിട്ട് താങ്കൾ ഒരു ദിവസം വലിച്ചു കയറ്റും. പ്രാർത്ഥിക്കുന്ന നീ കാണുന്നില്ലേ? പ്രാർത്ഥന നടക്കുന്ന ശക്തിക്ക് കഴുകുമരം തൊട്ട് കൺമുമ്പിൽ ഉയർന്നു വരുമ്പോൾ മോർദെഖായിക്ക് കുലുക്കില്ല. മോർദെഖായ്ക്കറിയാം അത് എനിക്കുള്ളതല്ല. ഭക്തൻ അങ്ങനെ തന്നെ ഉലകത്തോട് പറയണം. നമുക്കിതിൽ ഉയരുന്ന ഇത്തരം ആയുധങ്ങൾ കണ്ടിട്ട് പറയണം, അത് എനിക്കുള്ളതല്ല. അതേപ്പറ്റി ഞാൻ ബോധേടല്ല, അത് കണ്ട് കരയാൻ ഞാനില്ല, അതിനെതിരെ പ്രാർത്ഥിക്കാനും ഞാനില്ല. ലെറ്റ് ഹിം ഡു വാട്ടെവർ ഹി വാണ്ട്സ്. എന്തൊരുത്തിന് വേണം അവൻ അത് ചെയ്തോട്ടെ. ലെറ്റ് ഹിം ഡു. എനിക്കത് തടയാനൊന്നും ആഗ്രഹമില്ല. എൻ്റെത് മറ്റൊരു വഴിയാണ്. അവനത് കുറയ്ക്കണമെന്ന് പറയാനും മോശമാണെന്ന് പറയാനും നാട്ടുകാരെ കാണിച്ചിട്ട് അതേ അവൻ കാണിക്കുന്ന കേട്ടോ, എന്നെ അത് തൂക്കാനുള്ള പണിയാ. ഞാൻ ഇവിടുന്ന് പോവാ, അവൻ എന്നെ തന്നെ നോക്കിയാ. ഞാനൊരു മനുഷ്യനല്ലേ, ആ കഴുമരം ഉയരുമ്പോ എനിക്ക് പേടി വരികയല്ലേ. കഴുത്തിലേക്ക് അത് കെട്ടി വലിച്ച് ഒരു നായെപ്പോലെ മുറുക്കി എന്നെ വലിച്ചു കയറ്റുമ്പോൾ വേദന വരില്ലേ. രാത്രി കിടക്കുമ്പോഴൊക്കെ മോർദെഖായിയെ ഭയപ്പെടുത്താൻ, അരട്ടാൻ, സ്വപ്നങ്ങളിലൂടെ ഭയപ്പെടുത്താനൊക്കെ പിശാചി ശ്രമിച്ചു കാണും. അപ്പോഴൊക്കെ വചനം പറയും, ഹേ അതൊന്നും വേണ്ട, നീ പോ, അത് നടപ്പില്ല. നമുക്കിന്ന് എല്ലാ പ്രതിസന്ധിയുടെ മുഖത്ത് നോക്കി പറയാം, അത് നടക്കുകയില്ല, അത് വിട്ടുപോകുന്ന ചെയ്യാൻ പറ്റിയ കാര്യമില്ല. ഒരു ദിവസം എല്ലാവരും ഒരു കാഴ്ച കണ്ടു. നമുക്കെതിരെ പടുത്തുയർത്തിയ ആ കഴുമരത്തിൽ അത് സൃഷ്ടിച്ചവന്റെ ശരീരം തൂങ്ങിയാടും. കാക്കകൾ അത് കൊത്തിപ്പൊറിക്കാൻ അടുത്തു വരും. അപ്പോഴും ഭക്തന് അതിലേക്കും വലിയ ശ്രദ്ധയില്ല. നിന്റെ തകർച്ചയോ ഉയർച്ചയോ ഒന്നും എൻ്റെ ലക്ഷ്യമല്ല. എൻ്റെ ലക്ഷ്യം ഒരു ജനതയുടെ മുഴുവൻ വിടുതലാണ്. എൻ്റെ ലക്ഷ്യം ഒരു സമൂഹത്തിന്റെ മുഴുവൻ വിടുതലാണ്. നമ്മൾ സമൂഹത്തിന് വേണ്ടിയുള്ള ആളുകളാണ് നീ. ഒരു സമൂഹത്തെ രക്ഷിക്കാനുള്ള ആളുകളാണ്, ഒരു സമൂഹത്തെ കരകയറ്റാനുള്ള ആളുകളാണ് നീ. അതുകൊണ്ടേ എൻ്റെ പ്രതിസന്ധികൾ, എൻ്റെ കഷ്ടപ്പാടുകൾ, ആ കഷ്ടപ്പാടുകൾക്ക് ബദൽ എൻ്റെ ദർശനമാണ്. എൻ്റെ പ്രതിസന്ധിയെ ഞാൻ എൻ്റെ ദർശനം കൊണ്ട്, എൻ്റെ സ്വപ്നം കൊണ്ട്, കഴിഞ്ഞ രാത്രി ദൂതന്റെ അടുത്ത് വന്ന് എന്നോട് സംസാരിച്ച്
കൈസറ മുമ്പ് നിൽക്കുമെന്ന വാഗ്ദത്തം കൊണ്ട് അതിജീവിക്കാൻ പോവുകയാണ്. വാഗ്ദത്തം ഉണ്ടോ? ദൈവം നമുക്ക് തന്ന ദർശനമുണ്ടോ? ദൂതനെ അയച്ചു വന്ന് ശക്തിപ്പെടുത്തിയിട്ടുണ്ടോ? ഇനി പേടിക്കണ്ട. നമ്മൾ അൾട്ടിമേറ്റ് ടൈമിലേക്ക് പോവാണ്. അതൊരു ദിവസം വരും. ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് വരാൻ ബന്ധപ്പെടും. അത് വരും നിശ്ചയം. നമുക്ക് ആ ദർശനം ജീവിതത്തിൽ സഫലീകരിക്കാൻ തമ്പുരാൻ കൃപ നൽകട്ടെ. എല്ലാവർക്കും കൂടി നന്ദി, വന്ദനം. കർത്താവ് വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.